It's Tailfrog, let's fly, let's fly. It's Tailfrog, we're ready to rise. Legends in the shadows, we claim the skies. Walk through the dark, no fear, no disguise. We bring the heat, see the fire in our eyes. Hello guys, welcome back to Tailfrog. Tailfrog, let's fly, let's fly. Hey, it's Tailfrog, let's fly, let's fly. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരുപാട് നാളായിട്ട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അറ്റാക്ക് ദി ഗ്യാസ് സ്റ്റേഷൻ എന്ന സിനിമയുടെ 2ാം ഭാഗമാണ്. അതിനു മുന്നേ നമുക്കൊരു ഗെയിം കളിച്ചാലോ? എന്തായാലും ക്രിസ്മസ് ഒക്കെ വരെയല്ലേ. ഈ എപ്പിസോഡിൽ ഞാൻ സിനിമയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ശരിയായിട്ടുള്ള ഉത്തരം പറയുന്നവരിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുത്തിട്ട് അയാളെ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ട് ആക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ട് ആവുന്ന ആൾക്ക് എന്റെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ശരിയായിട്ടുള്ള ഉത്തരം നമ്മുടെ ഈ ഒരു വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സിനിമാ ഭ്രാന്തന്മാരായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും മറക്കണ്ട. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗെയിമുകൾ ഞാൻ ഇടയ്ക്ക് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ഇപ്പൊ ഞാനിവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു സീന് ഏത് സിനിമയിലത്തെയാണ്? ക്ലൂ വേണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചെറിയ സ്ക്രീൻഷോട്ടും കൂടി കാണിച്ചു തരാം. ഇതൊരു മലയാള സിനിമയാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. It's Tailfrog. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു കൂട്ടം പ്രാന്തന്മാര് കുറെ ബൈക്കുകളിലായിട്ട് ആ ഒരു നഗരത്തിലൂടെ ഇങ്ങനെ പറന്നു വരികയാണ്. തല്ലുകൊള്ളിത്തരം എന്നൊക്കെ പറഞ്ഞാല് അത് കുറഞ്ഞു പോകും. റോട്ടിലൂടെ കിടന്നിട്ട് ഇങ്ങനെ അലമ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവരെ പിടിക്കാനായിട്ട് പുറകെ തന്നെ നമ്മുടെ പോലീസ് മാമന്മാരും വരുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇവരെ തൊടാൻ പോലും കിട്ടുന്നില്ല. ടീമിന്റെ ക്യാപ്റ്റൻ ഇപ്പൊ കിടന്നിങ്ങനെ അലറിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി നേരെ ഗ്യാസ് സ്റ്റേഷനിലേക്ക് പോട്ടെ. അങ്ങനെ എല്ലാം കൂടിയിട്ട് ഇപ്പൊ ഒരു ഗ്യാസ് സ്റ്റേഷന്റെ മുന്നിലേക്ക് ഇവരെ വണ്ടിയും കൊണ്ട് ഇങ്ങനെ വന്നേക്കാണ്. എന്നിട്ട് അവിടെ കണ്ട എല്ലാ സാധനങ്ങളും തന്നെ അടിച്ച് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവന്മാർ നേരെ പോയിട്ട് പമ്പന്ന് പറ്റാവുന്ന പെട്രോള് ഇവരുടെ വണ്ടിയിലേക്ക് അടിക്കുന്നുണ്ട്. കുറെ എണ്ണങ്ങള് ഉമാരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കന്നാസിലേക്കും പെട്രോള് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പാക്കറ്റ് ഫുഡും ജ്യൂസും എല്ലാം ഉമാർ അടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിവേഗം അവിടെ നിന്നും പോവുകയാണ്. ഇപ്പോ ഒരു 3 ചെറുപ്പക്കാര് ഒരു ബൈക്കില് പറന്നങ്ങോട്ട് വരുന്നുണ്ട്. അവര് നേരെ ഈ ഒരു പമ്പിന്റെ മുന്നിൽ കൊണ്ട് വണ്ടി ഇങ്ങനെ സ്കിഡ് ചെയ്ത് നിർത്തുകയാണ്. ഇപ്പോഴാണ് ഇവന്മാരുടെ മുഖം കാണിക്കുന്നത്. ഫസ്റ്റ് കാണിച്ച ഈ ഒരു ചപ്ര തലയൻ കാവി ടീഷർട്ട്, അവനെ നമുക്ക് കുട്ടാപ്പി എന്ന് വിളിക്കാം. കുട്ടാപ്പിയാണ് ഇവരുടെ ലീഡർ. അവനിപ്പോ ബാക്കിയുള്ളവന്മാരോട് പറയാണ്, എന്താ മക്കളെ റെഡിയല്ലേ, എന്നാ പിന്നെ തുടങ്ങിയാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഈ ഒരു കറുപ്പ് തലക്കിട്ടുകാരൻ, അവനെ നമുക്ക് ചിപ്ലി എന്ന് വിളിക്കാം. ചിപ്ലി ഇപ്പോ കുട്ടാപ്പിയോട് പറയാണ്, എടാ നമുക്ക് പോയിട്ട് നാളെ വന്നാ പോരെ, ഇന്ന് പമ്പ് വെള്ളടിക്കാൻ പറ്റിയ ദിവസമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആശാന് അത്യാവശ്യം നല്ല പേടിയുണ്ട്. അവന്റെ തൊട്ട് ബാക്കി നിൽക്കുന്ന ഈ ഒരു നീല ടീഷർട്ടുകാരൻ, അവൻ നമുക്ക് ജാങ്കോ എന്ന് വിളിക്കാം. ജാങ്കോ പറയാണ്, എടാ അവൻ പറഞ്ഞ് ശരിയാന്ന് തോന്നുന്നുണ്ട്, വാ നമുക്ക് പോയാലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോ ക്യാപ്റ്റൻ അത് കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. ക്യാപ്റ്റൻ ഇപ്പൊ ഉറക്കെ വിളിച്ച് പറയാണ്, എല്ലാണോ റെഡി ആയിക്കോ, വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് ആ ഒരു പമ്പിലേക്ക് കയറാൻ നിന്ന അതേ സമയത്ത് തന്നെ അവിടേക്ക് വേറൊരു സ്കൂട്ടർ വരുന്നുണ്ട്. ഈ ഒരു സ്കൂട്ടറിൽ ഉണ്ടായിരുന്നത് ഒരു പെൺകുട്ടിയായിരുന്നു. അവള് നേരെ വന്നിട്ട് ഇവന്മാരുടെ മുന്നിൽ വണ്ടി നിർത്തുകയാണ്. അവള് ഇവന്മാരോട് ചോദിക്കാണ്, എന്നാ പോവാ. ഇത് കേട്ടിട്ട് ഈ 3 ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാണ്. അവളെ കണ്ടാലറിയാം നല്ലൊരു കിളിയാന്നുള്ളത്. ഒരു കഥയില്ലാത്ത ടൈപ്പ്. സോ അവളെ നമുക്ക് മൈന എന്ന് വിളിക്കാം. മൈന എന്താ കിളിയല്ലേ? മൈനയും ഇപ്പോ ഇവരുടെ കൂടെ കൊള്ളയടിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാണ്. അപ്പൊ ഓക്കെ വരുന്നോടന്ന് വെച്ച് കാണാന്ന് പറഞ്ഞിട്ട് ഇവന്മാരിപ്പോ ആ ഒരു പമ്പിനെ ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ പാഞ്ഞോണ്ടിരിക്കുകയാണ്. മുന്നേ വന്ന ടീംസ് ഒക്കെ ചെയ്ത പോലെ തന്നെ കണ്ണി കണ്ട സാധനം മുഴുവനും അവന്മാർ അടിച്ചങ്ങോട്ട് പൊളിക്കുന്നുണ്ട്. ഈ ഒരു ശബ്ദമൊക്കെ കേട്ടിട്ട് ഓഫീസിലിരുന്ന നമ്മുടെ കിം, ദൈവമേ വീണ്ടും കിമ്മിന്റെ പമ്പോ, എന്താണിത് പുള്ളിന്റെ പമ്പ് മാത്രം എന്താ ഇങ്ങനെ കൊള്ളയടിക്കപ്പെടുന്നത്? കിമ്മിപ്പോ ഒച്ച കേട്ടിട്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഈ സമയത്ത് ഒരു കാൽ അങ്ങോട്ട് വരുന്നുണ്ട്. 1 2 3 4 സെറ്റ് കാലുകൾ. ഇപ്പോ കിമ്മിന്റെ മുഖത്ത് ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്. പുള്ളി വളരെ പ്രതീക്ഷയോടെ പുറത്തേക്ക് നോക്കുകയാണ്. കിമ്മിപ്പോ പറയാണ്, ഇനിയാണ് ആക്ഷൻ ടൈം. പുറത്ത് ഈ പിള്ളേർ കിടന്ന് അലറി വിളിക്കാണ്, ഇറങ്ങി വാടാ തെണ്ടികളെ എന്നൊക്കെ വിളിച്ച് കൂവുന്നുണ്ട്. ഇപ്പോ ഈ 4 സെറ്റ് കാലുകളില് ഒരു സെറ്റ് അങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. കാല് മാത്രമല്ല ബാക്കി കൊണ്ടിട്ടാ. ഇവനെ നമുക്ക് റോക്ക് എന്ന് വിളിക്കാം. അവൻ പിള്ളേരെ നേരെ നോക്കിയിട്ട് ഒരു ചിരിയാണ്. വേറൊരുത്തൻ അങ്ങോട്ട് തുള്ളി വരുന്നുണ്ട്. അവന്റെ പേരാണ് ഗെയിമർ. തലയില് തുണിയൊക്കെ ഇട്ടിട്ട് വരുന്ന ഇവന്റെ പേരാണ് ഹാമർ. ജാങ്കോ ഇവരെല്ലാം കണ്ട് പേടിച്ചിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു ബൈക്കിന്റെ മുകളിലൂടെ പറന്ന് ചാടി ഒരുത്തൻ വരികയാണ്. എന്നിട്ട് നിലത്ത് ലാൻഡ് ചെയ്യുന്നുണ്ട്. അവനെ നമുക്ക് കിക്ക് എന്ന് വിളിക്കാം. ഇപ്പൊ 4 കൂടെ പിള്ളേരങ്ങനെ വട്ടത്തിലിട്ട് വളയുന്നുണ്ട്. പിള്ളേരാണെങ്കിൽ പെട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാണ്. ജാങ്ക നല്ലോണം വിറച്ചിട്ട് ഉറക്കെ വിളിച്ചു പറയാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പരിപാടിക്ക് ഇറങ്ങണ്ടാന്ന് എന്ന് പറഞ്ഞിട്ട് അവനവിടെ ഇങ്ങനെ നിന്ന് വിറയ്ക്കുന്നുണ്ട്. എല്ലാരും പേടിച്ച് നിൽക്കുകയാണെങ്കിലും ആ പെങ്കൊച്ചിന് മാത്രം ഒരു പേടിയില്ല. എന്താ കാരണം? പേടിക്കണമെങ്കിലും കുറച്ച് കിളിയൊക്കെ വേണല്ലോ. അതാണ് നമ്മുടെ മൈന. ഏതാടാ ഈ തോൽവികള് എന്ന് ഗെയിമർ ചോദിക്കാണ്. മൈന ആണെങ്കിൽ ധൈര്യമുള്ളമാര് ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് തല്ലിപ്പോ കിട്ടുമല്ലോ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ചെക്കന്മാരങ്ങനെ കിടന്ന് വിറച്ച്
ചിരിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ കിം ഇപ്പൊ ഒരു ചിരിച്ചിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. പടത്തിന്റെ തുടക്കത്തിൽ ഈ ബൈക്കർമാർ വന്നിട്ട് പമ്പ് അടിച്ചു പൊളിച്ച് മോഷണം നടത്തി പോയില്ലേ, ഇതിപ്പോ അവിടുത്തെ സ്ഥിരം കലാപരിപാടിയാണ്. കുറെ തവണ ഇങ്ങനെ ആയപ്പോ കിം തീരുമാനിക്കുകയാണ് എന്ത് വില കൊടുത്തും ഇത് തടഞ്ഞേ പറ്റുള്ളൂ എന്ന്. അതിനു വേണ്ടിയിട്ട് പുള്ളി പുതിയ പിള്ളേരെ പമ്പിലേക്ക് പണിക്കെടുക്കാൻ തീരുമാനിക്കുകയാണ്. ഫൈറ്റിംഗ് അറിയുന്ന നല്ല കിടിലം പിള്ളേരായിരിക്കണം. ജയിലിൽ കിടന്നവരോ തെമ്മാടികളോ അങ്ങനെ ഒന്നും ആയാലും കുഴപ്പമൊന്നുമില്ല. അതിനു വേണ്ടിയിട്ട് കിം ഇപ്പോൾ ഒരു ഇന്റർവ്യൂ നടത്തുകയാണ്. പക്ഷെ ഇന്റർവ്യൂവിന് വന്ന ഈ ടീംസ് അവിടെ കിടന്നിട്ട് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. അവസാനം വന്നവൻ ഫയർ ഡാൻസ് വരെ കളിക്കുന്നുണ്ട്. എല്ലാം കണ്ടിട്ട് കിമ്മിനിപ്പോ വട്ടളകാണ്. എന്നാലും കുറെ പേരെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോ അവസാനം ഒരു 4 കിടുക്കാച്ചി പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. അവന്മാരാണ് ഇവന്മാര്. ഇപ്പോ എല്ലാ പിള്ളേർക്കും 4 പൂശി കൊടുത്തിട്ട് മുകളിലുള്ള റൂമിലേക്ക് കൊണ്ടുവന്ന് ഇടാണ്. ഇതെല്ലാം കണ്ടിട്ട് കിമ്മിനിപ്പോ നല്ല സന്തോഷമാവുന്നുണ്ട്. ഈ ഒരു ടൈമിലാണ് കിമ്മിന്റെ ഭാര്യ വിളിക്കുന്നത്. അവളോട് കിമ്മ്, എടി എല്ലാത്തിനെയും പിടിച്ചു, ഞാൻ നാളെ രാവിലെ വരുള്ളൂ, ഇവരെ പോലീസിൽ ഏൽപ്പിക്കണം, അങ്ങനെ കുറെ പരിപാടി ഉണ്ട്. ഇപ്പൊ നമ്മുടെ ചിപ്ലി പോലീസോ എന്ന് പറഞ്ഞിട്ട് ജാങ്കോനോട് എടാ എന്നെ ഒന്ന് അടിക്കടാ എന്ന് പറയാണ്. അപ്പൊ ജാങ്കോ അവനോട് ചോദിക്കാണ് എന്തിനാണ് അടിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ചിപ്ലി പറയാണ് എടാ വെടലേ, അയാൾ പോലീസിനെ വിളിക്കാന്നാ പറഞ്ഞത്, എനിക്കൊരു അടീന്റെ കുറവുണ്ട്, അല്ലാതെ ഈ പരിപാടിക്ക് ഇറങ്ങോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ കിടന്ന് കരയാണ്. കിമ്മ ഫോൺ ചെയ്തോണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് താഴെ ഒരു ബുള്ളറ്റിൽ ഒരുത്തൻ വന്നിട്ടുണ്ട്. അയാൾ ഗെയിമറോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പോവാണ്. കിമ്മ് ഫോൺ ചെയ്തുകൊണ്ട് തന്നെ അയാൾ പോകുന്നത് അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പുള്ളിയുടെ ശരിക്കുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് ആ ടീം കുന്തളിപ്പ് ബൈക്കേഴ്സ് ആണല്ലോ. ഇനി അവരും വല്ലതും ആണോ എന്ന് കരുതിയിട്ടാണ് കിമ്മ് നോക്കുന്നത്. കിമ്മിപ്പോ ഫോൺ കട്ട് ചെയ്തിട്ട് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് പുറകിൽ നിന്നും ഒരു സൗണ്ട് കേൾക്കുന്നത്. നോക്കുമ്പോ ജാങ്കോ ചിപ്ലിയുടെ മോന്തക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ചിപ്ലി അടി കൊണ്ടിട്ട് താഴെ വീണ് കിടക്കുമ്പോ ജാങ്കോ ചോദിക്കാണ് എന്താടാ പവർ ഇച്ചിരി കൂടിപ്പോയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ചോദിച്ചു വാങ്ങിയ തല്ലായതുകൊണ്ട് ചിപ്ലിക്ക് ഇപ്പൊ ഒന്നും പറയാനും പറ്റൂല. എന്താ ചെയ്യാ, എന്ത് പറഞ്ഞാലും മാക്കാൻ അതുപോലെ തന്നെ ചെയ്യും. ഇവനെന്താ ചിട്ടി റോബോട്ടും അല്ലാണോ? ഒച്ചപ്പാടൊക്കെ കേട്ടിട്ട് കിം അവിടേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് ലോക പ്രശസ്തമായ ആ ഡയലോഗ് അങ്ങോട്ട് കാച്ചുന്നുണ്ട്. തേഗാടി ബാഗോ. കഴിഞ്ഞ പാർട്ടില് നമ്മുടെ ബുൾഡോസർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം എന്ന് വെച്ചാല് തല കുത്തി നിൽക്കാൻ. അതാണല്ലോ ബുൾഡോസറിന്റെ ഒരു മെയിൻ ഐറ്റം. പിള്ളേർക്ക് പുള്ളി എന്താ പറയുന്നതൊന്നും മനസ്സിലാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് നിനക്കൊന്നും അറിയില്ലടാ, അതോ നീയൊക്കെ അറിയാത്ത പോലെ അഭിനയിക്കാണോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോ പിള്ളേര് അവരുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിച്ച് കാണിക്കുന്നൊക്കെ ഉണ്ട്. ഇത് കൂടി കണ്ടപ്പോ കിമ്മിന് നല്ല ചൂടാവാണ്. നിനക്കൊന്നും സ്കൂളിൽ പണിഷ്മെന്റ് ആയിട്ട് ഇങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ലേ എന്നിങ്ങനെ കിമ്മ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ചിപ്പിളി ചാടി എണീറ്റിട്ട് പറയാണ് സോറി സാർ, ഞങ്ങളങ്ങനെ പതിവായിട്ട് സ്കൂളിലൊന്നും പോകുന്ന ടൈപ്പല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോ കിമ്മിന് നല്ല ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. കിമ്മ് ഇവൻ അങ്ങനെ ഒരു വണ്ണ എന്ന് പറഞ്ഞിട്ട് കിമ്മ് തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ദാ ഇങ്ങനെ തല താഴെ കുത്തിയിട്ട് കൈ പുറകിലോട്ട് ഇങ്ങനെ കെട്ടണം, എന്നിട്ട് ഇങ്ങനെ നിൽക്കണം, അതുപോലെ തന്നെ ചെയ്യേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ പിള്ളേര് അത് നോക്കിയിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് കിക്ക് അങ്ങോട്ട് കയറി വരുന്നത്. എന്നിട്ട് കിമ്മിന്റെ അടുത്ത് പറയാണ് മുതലാളി പെട്രോളിന്റെ ലോഡ് വന്നിട്ടുണ്ട്, ഒന്ന് താഴേക്ക് വന്ന് പറയാണ്. ഇപ്പൊ കിമ്മ് ഹാമറിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഈ പിള്ളേരൊക്കെ ഒന്ന് നോക്കിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കിമ്മ് അവിടുന്ന് പോകാനായിട്ട് തുടങ്ങാണ്. ആ ടൈമിലാണ് കിക്കിന്റെ കയ്യിൽ ഒരു മിനറൽ വാട്ടറിന്റെ കുപ്പി ഇരിക്കുന്നത് കാണുന്നത്. കിമ്മിപ്പോ കിക്കിനോട് ചൂടായിട്ട് ആ ഒരു ബോട്ടിൽ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാണ്. എന്നിട്ട് അത് വെച്ചിട്ട് അവന്റെ തലയ്ക്ക് 2 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് എടാ ഇതൊന്നും നിനക്കെടുത്ത് കൂച്ചാനുള്ളതല്ല, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള സാധനമാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവനെ നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് കിക്കിന് നല്ല ചൂടാവുന്നുണ്ട് കേട്ടോ. പക്ഷെ അവനൊന്നും പറയാണ്ട് സോറി സർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ അകത്തേക്ക് റോക്ക് വന്നിട്ടുണ്ട്. അവനോട് ജാങ്കോ പറയാണ് ചേട്ടാ നിങ്ങൾ ബൈക്കറിങ് അങ്ങനെ തപ്പി നടക്കണോ, അവരെ ഞാൻ കാണിച്ചു തരാം, അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് വെറുതെ വിടാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കിക്ക് ചോദിക്കണം നിനക്കറിയാം അവന്മാരെ സ്ഥലം എവിടെയാന്നുള്ളത്, അങ്ങനെയാണെങ്കിൽ നീ എന്റെ കൂടെ വാ, എന്നിട്ട് ആ സ്ഥലം ഒന്ന് കാണിച്ചോണ്ടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ജാങ്കോനെ കൂട്ടിയിട്ട് കിക്ക് പുറത്തേക്ക് പോവാണ്. ഇപ്പൊ ഇവന്മാർ രണ്ടുപേരും ഓടി ഓടിയിട്ട് ഒരു പാർക്ക് പോലുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പാർക്കിലാണെങ്കിൽ ഇപ്പൊ ആ ബൈക്കർ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന 2-3 പയ്യന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന്മാര് നോക്കുന്ന സമയത്ത് കിക്ക് അവിടെ എന്ന് പറഞ്ഞിട്ട് അലറി വിളിച്ചോണ്ട് വരുന്നതാണ് കാണുന്നത്. കണ്ടപ്പോ തന്നെ ഇവന്മാർക്ക് എന്തോ വലിയ പണി വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവന്മാര് ബൈക്ക് എടുത്തിട്ട് അവിടുന്ന് പാഞ്ഞു പോകാൻ വേണ്ടി നിൽക്കാണ്. കിക്ക് ഇപ്പോ പറന്ന് ചാടി വന്നിട്ട് ഒരുത്തനെ ചവിട്ടി താഴെ ഇടുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് മറ്റവൻ ബൈക്ക് എടുത്തിട്ട് കുറച്ച് ദൂരേക്ക് ഇങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കിക്ക് വെറുതെ വിടോ, അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഹെൽമെറ്റ് കാലും കൊണ്ട് ഇങ്ങനെ തട്ടി മേലേക്ക് പൊക്കുന്നുണ്ട്. എന്നിട്ട് എയറിൽ ചാടിയിട്ട് ഒരൊറ്റ കിക്കാണ്. ഈ ഒരു ഹെൽമെറ്റ് നേരെ പോയിട്ട് ആ ഒരു ബൈക്കുമായിട്ട് പോകുന്നവന്റെ തലമണ്ടയ്ക്ക് തന്നെ കൊള്ളുന്നുണ്ട്. അവനത് ആ തെറ്റിത്തെറിച്ച് നിലത്ത് കിടക്കുന്നത്. ജാങ്കോ ഇതൊക്കെ കണ്ടിട്ട് ആകെ കിളി പറന്ന് നിൽക്കാണ്. കിക്ക് ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അവന്റെ അടുത്ത് പറയാണ് ആ കിടക്കുന്ന ബൈക്ക് പോയിട്ട് എടുത്തിട്ട് വാടാ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാണ്. ഇപ്പൊ വീണ് കിടക്കുന്നവനെ മേലെ പൊക്കി പിടിച്ച് നോക്കുന്ന സമയത്ത് അവൻ പേടിച്ചിട്ട് ഇപ്പൊ ബോധം കെട്ട പോലെ അഭിനയിച്ച് അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അവന്റെ മോന്തൊക്കെ നോക്കിയിട്ട് നല്ല രീതിക്ക് തന്നെ 4 തല്ലും കൂടി കൊടുക്കുന്നുണ്ട്. പക്ഷെ എത്ര തല്ലിയിട്ടും ആശാനെ എണീക്കുന്നുണ്ടായിരുന്നില്ല. ഇവൻ തല്ലിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കിക്ക് അവിടെ ഇട്ടിട്ട് അവന്റെ അടുത്ത് പറയണം ഇവൻ എത്ര തല്ലിയിട്ട് എണീക്കുന്നില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ പോകുന്ന സമയത്ത് 2 ചവിട്ടും കൂടി കൊടുക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ കിടക്കുന്നവൻ ഒരു ഒറ്റ കണ്ണ് തുറന്നിട്ട് മെല്ലെ ഇങ്ങനെ നോക്കുന്നുണ്ട്. കിക്ക് നോക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ അവൻ മെല്ലെ വീണ്ടും അതേപോലെ തന്നെ കിടക്കുകയാണ്. കിക്ക് പോയിട്ട് അവിടെ എന്തോ കാലുകൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചോണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ജാങ്കോ പോയിട്ട് വീണ് കിടക്കുന്ന ബൈക്ക് എടുത്തിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ജാങ്കോയും കിക്കും കൂടെ അവന്മാരുടെ 2 ബൈക്കും എടുത്തിട്ട് അവിടുന്ന് മെല്ലെ പോവാണ്. ഇപ്പോഴാണ് കിക്ക് അവിടെ എഴുതി വെച്ചേക്കുന്നത് എന്താന്നുള്ളത് നമ്മൾ കാണുന്നത്. ബൈക്ക് വേണമെങ്കിൽ പമ്പിലേക്ക് പോരെ,
എന്തായിരുന്നു അത്? പോരാത്തതിന് പമ്പിന്റെ ലൊക്കേഷൻ മാപ്പ് അടക്കം അവിടെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് കിം പമ്പില് ആ ഒരു പിള്ളേരെ ഇങ്ങനെ യൂണിഫോം ഒക്കെ ഇടിപ്പിച്ചിട്ട് നിരത്തി അങ്ങനെ നിർത്തിയൊക്കെയാണ്. എന്നിട്ട് റോക്കിനോടും ഗെയിമിനോടും പറയുന്നുണ്ട്, ഇവരവിടെ നിന്ന് പെട്രോൾ അടിച്ചോട്ടെ, നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നോ? ബൈക്കർ ഗ്യാങ് ഏത് നിമിഷം ഇവിടെ എത്തും. അമാര് വരുന്ന സമയത്ത് അമാരെ പുറത്തേക്ക് ചാടി വീണ്ടും അമാരെ പിടിച്ചോണം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ റോക്ക് കിമ്മിനോട് പറയാണ്, സർ ഈ പിള്ളേരെ രണ്ടെണ്ണം പിടിച്ചിട്ട് വീട്ടിലേക്ക് പറഞ്ഞിട്ടാലോ, ബൈക്കർമാർ വരുന്ന സമയത്ത് അതിനിടയിൽ ഇവരൊരു തടസ്സമാകും എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് കിം റോക്കിന്റെ നേരെ വരുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയണേ, ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി, നീ എന്നെ പഠിപ്പിക്കാനായിട്ട് നിൽക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരാവശ്യമില്ലാണ്ട് കിം ഇപ്പോ റോക്കിനെ നോക്കിയിട്ട് പറയാണ്, നീ കുറെ നാൾ ജയിലിൽ കിടന്നല്ലേ, അല്ലെങ്കിലും ജയിൽ പുള്ളികൾക്ക് കുറച്ച് വർത്താനം കൂടുതലാണ്, അതൊന്നും ഇവിടെ ഇറക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവന്റെ തലയ്ക്ക് നാലെണ്ണം കൊടുക്കുകയാണ്. ഇപ്പോ റോക്കിന് നല്ല ഇങ്ങനെ പെരുത്ത് വരുന്നുണ്ട്. അവനിങ്ങനെ കൈയൊക്കെ ചുരുട്ടി പിടിച്ചിട്ട് കടിച്ചു പിടിച്ച് അവിടെ നിൽക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഒരു ജയിൽ ബസ് അങ്ങോട്ടേക്ക് വരുന്നത്. അതിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ ഹാമറിനെ വിളിച്ചിട്ട് ഒരു 30,000 മുകളിലുള്ളത് അടിക്കടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഹാമർ പഠിക്കാൻ നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മൈന അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഞാനൊന്ന് അടിച്ചോക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഹാമർ പറയാണ്, എന്തെങ്കിലും ചെയ്യ് എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ഇപ്പൊ മൈന ആ ഒരു പമ്പെടുത്തിട്ട് അടിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഇപ്പൊ ഈ ഒരു ഡ്രൈവർ അയാളുടെ കയ്യിലിരുന്ന ആ ഒരു കാർഡ് എടുത്ത് കൊടുക്കുകയാണ്. വേഗം അടിക്കേ, ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഹാമർ ആ ഒരു കാർഡുമായിട്ട് അത് സ്വൈപ്പ് ചെയ്യാനായിട്ട് പോവാണ്. പക്ഷെ ആ ഒരു സ്വൈപ്പിംഗ് മെഷീനിൽ ഇട്ടിട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു കാർഡിന്റെ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ആ ഒരു പോലീസുകാരൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, സാർ ഇത് വർക്ക് ചെയ്യുന്നില്ല, ഈ ഒരു കാർഡ് വേറെ ഏതെങ്കിലും കാർഡ് ഉണ്ടായിക്കൊണ്ടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. പോലീസുകാരൻ വർക്ക് ചെയ്യുന്നില്ലേ. ഇപ്പൊ ഇയാൾ ബാക്കിലേക്ക് നോക്കിയിട്ട് പറയാണ്, എല്ലാവരുടെയും കയ്യിലുള്ളത് എടുക്ക്, നമുക്ക് ടോട്ടൽ പൈസ ആയിട്ട് തന്നെ കൊടുക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ അയാള് മൈനയോട് വിളിച്ച് പറയുന്നുണ്ട്, മതി മതി മതി, അടിച്ചിടത്തോളം മതി, കയ്യിലാണെങ്കിൽ കുറച്ച് പൈസ ഉള്ളൂ, അത് കാരണം കുറച്ച് അടിച്ചാൽ മതി എന്നിങ്ങനെ മൈനയോട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ അതൊന്നും കേൾക്കാണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ ഹാമർ ഓടിപ്പോയിട്ട് അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു പമ്പ് വാങ്ങിയിട്ട് അത് ഓഫാക്കി വെക്കുന്നുണ്ട്. ഇപ്പൊ നോക്കുമ്പോഴാണ് അവനൊരു കാര്യം കാണുന്നത്. ഈ മരം കുത്തി ഇത്രയും നേരം ആ ഒരു ബസ്സിലേക്ക് അടിച്ച് കയറ്റിക്കൊണ്ടിരുന്നത് പെട്രോൾ ആയിരുന്നു. സാധാരണ ബസ്സിന്റെ ഡീസലാണല്ലോ അടിക്കുക. ഇത് കണ്ടിട്ട് ഹാമറിന്റെ കിളി എങ്ങനെ പാറുന്നുണ്ട്, ഈശ്വര എന്ന് പറഞ്ഞിട്ട് അവനവിടെ ഇങ്ങനെ നിൽക്കാണ്. ഹാമർ മൈനോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് പരിപാടി അടി ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്, ആരെങ്കിലും സാധാരണ ബസ്സിന് പെട്രോൾ അടിക്കോ എന്നിങ്ങനെ ചോദിക്കാണ്. ബസ്സിന്റെ ഡ്രൈവർ ഹാമറിനെ വിളിച്ചിട്ട് അവന് കയ്യിലുണ്ടായിരുന്ന ആ ഒരു പൈസ എടുത്തു കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ഹാമർ ഇങ്ങനെ പേടിച്ച് വരച്ചിട്ട് വിക്കി ഇങ്ങനെ പറയുന്നുണ്ട്, സാർ ക്ഷമിക്കണം സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു കാര്യം ഇങ്ങനെ അവതരിപ്പിക്കാൻ നിൽക്കുകയാണ്. എന്നാൽ ഈ ഒരു പോലീസുകാരൻ ഇതൊന്നും കേൾക്കാണ്ട് അവിടുന്ന് ആ ഒരു ബസ് എടുത്തിട്ട് അങ്ങ് പോവാണ്. അവനാണെങ്കിൽ എന്ത് തേങ്ങയെങ്കിലും ആവട്ടെ, ഇനി ഇങ്ങോട്ടേക്ക് വരികയേ വേണ്ട, പോ എങ്ങോട്ടെങ്കിലും ദൂരെ പൊക്കോ എന്നിങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കിം മുതലാളി ഇതൊക്കെ അറിഞ്ഞിട്ട് ഇവർ രണ്ടുപേരെയും ഓഫീസിലേക്ക് വിളിപ്പിച്ചേക്കാണ്. അവിടെ ചെന്നപ്പോ തന്നെ ഹാമറിനിട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. കിം അവനെ എടുത്തിട്ട് കുത്തുകയാണ്. എന്നിട്ട് പറയാണ്, ഈ മാസം നീ ഒരുത്തം കാരണം ഞാൻ 3 വണ്ടിന്റെ എഞ്ചിനാണ് മാറ്റിക്കെടുത്തത്, അതിൽ ഒരെണ്ണാണെങ്കിൽ ബെൻസ് ആയിരുന്നു. ഇപ്പൊ അതാ ഒരു വലിയ ബസിന്റെ എഞ്ചിനിലേക്കാണ് ഈ കള്ളപ്പന്നി പെട്രോൾ അടിച്ച് കയറ്റിയേക്കുന്നത്. ഇനിയിപ്പോ അത് ഞാൻ മാറ്റി കൊടുക്കേണ്ടി വരില്ല ഈശ്വരാ എന്ന് പറഞ്ഞിട്ട് അവന്റെ കുത്തിനെ പിടിച്ചിട്ട് ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ മൈന പറയാണ്, ബസ്സിൽ പെട്രോൾ അടിച്ച ആ ഒരു കേസിനാണോ ഞങ്ങൾ ഇവിടെ വിളിച്ചിരുത്തേക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ചേട്ടൻ ഒന്നും ചെയ്യണ്ട, ആ ഒരു പരിപാടി ചെയ്തത് ഞാനാണ്, എന്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോ കിം എന്ന് പറഞ്ഞിട്ട് അവളെ തല്ലാനായിട്ട് ഇങ്ങനെ വന്ന അതേ സമയത്ത് തന്നെ ഹാമർ കയറിയിട്ട് അവളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് കിമ്മിനോട് പറയാണ്, സാറേ ഇവളെ തല്ലാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ കിമ്മി ചോദിക്കാണ്, ഇവളെന്താ അതിന്റെ കാമുകയാണോ തല്ല സമ്മതിക്കാതിരിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് കിം അവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇപ്പൊ കിമ്മിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. കിം അവന്റെ തലമണ്ട നോക്കി 2 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനെ പിടിച്ചു മാറ്റിയിട്ട് അവളെ തല്ലാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹാമറിനാണെങ്കിൽ കല്ലി വരുന്നുണ്ട്. ഹാമർ ഇപ്പോ അയാളെ പിടിച്ചിങ്ങനെ വെച്ചേക്കാണ്. എന്നിട്ട് പറയാണ്, പെണ്ണുങ്ങളെ തല്ലാനായിട്ട് ഞാൻ സമ്മതിക്കില്ല സാറേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോഴാണ് ഹാമറിന്റെ ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. പണ്ട് ഹാമർ അവന്റെ ഗേൾഫ്രണ്ടുമായിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു ഡേറ്റിങ്ങിന് വന്നതാണ്. അപ്പൊ അവരൊരു മ്യൂസിക് പ്രോഗ്രാമിനൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു പാർക്കിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്കാണ് ഇവന്റെ ഗേൾഫ്രണ്ടിന്റെ മുഖത്ത് ഒരു കൊതുക് വന്നിരുന്നത്. അപ്പൊ ഇനിയിപ്പോ അത് കടിച്ചിട്ട് വല്ല ഡയറി ഡെങ്കിപ്പിനെ ഒന്നും പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരൊറ്റ തല്ല് കൊടുക്കുന്നുണ്ട്. പക്ഷെ തല്ലിയത് കൊതുകിനെയാണെങ്കിലും വീണത് ആ ഒരു പെണ്ണായിരുന്നു. അവർ ഒറ്റയടി തന്നെ അവള് ബോധം കെട്ട് വീണിട്ടുണ്ട്. അവരടിക്കാൻ തന്നെ അവളുടെ കഴുത്ത് ഓടിച്ചിട്ടുണ്ട്, തലയ്ക്കും കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവള് അവന്റെ അടുത്ത് ഗുഡ് ബൈ പറഞ്ഞു പോവാണ്. ഇപ്പൊ കുറച്ച് ദിവസത്തിന് ശേഷം അവൻ വേറൊരു പെൺകുട്ടീനെ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ അവളുടെ കൂടെ ഇങ്ങനെ കറങ്ങാനായിട്ട് ഒരു പാർക്കിലേക്ക് ഇങ്ങനെ വന്നായിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ഒരു സൈക്കിളുകാരൻ കൺട്രോളിലാണ്ട് അതിൽ പാഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു സൈക്കിൾ വന്ന് ഇടിച്ചിട്ട് അവക്കൊന്നും പറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് അവളെ പിടിച്ച് സൈഡിലേക്ക് മാറ്റി നിർത്തുന്നുണ്ട്. പക്ഷെ ഇവന് പൊതുവെ കുറച്ച് പവർ കൂടുതലായതുകൊണ്ട് അവള് പറഞ്ഞിട്ട് അപ്പുറത്തെ കണ്ടത്തിൽ പോയി വീഴാണ്. പിറ്റേ ദിവസം അവള് ഇവനെ കാണാനായിട്ട് വരികയാണ്. നോക്കുമ്പോ ഒരു കാലൊടിച്ചിട്ടുണ്ട്. ഇതിലും ഭേദം ആ ഒരു സൈക്കിൾ വന്നിട്ട് അങ്ങോട്ട് ഇടിക്കായിരുന്നു. അവളങ്ങനെ ഞൊണ്ടി അവന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നമുക്ക് ബ്രേക്കപ്പ് ആവാന്ന് പറയുന്നുണ്ട്. സോറി മുത്തേ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ കൈ കാണിക്കുമ്പോ തന്നെ അവള് പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട്. ഹാമർ ആണെങ്കിൽ ഇപ്പൊ അതിന്റെ ഒരു സങ്കടത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് ദിവസത്തിന് ശേഷം അവന്റെ പുതിയ ഗേൾഫ്രണ്ടിനെ കാണാനായിട്ട് അവനൊരു പാർക്കിലേക്ക് വരികയാണ്. കയ്യിലൊരു ബൊക്കെയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു പടിക്കെട്ടിന് താഴെയായിട്ട് അവൾ അവനിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞ സമയത്ത് മുത്തേ എന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ നടത്തിയിട്ട് ഹാമർ അവളുടെ നേരെ ഓടി വരികയാണ്. നിലത്തൊരു പഴത്തൊലി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മുകളിൽ ചവിട്ടിയിട്ട് നേരെ തെറിച്ച് തെറ്റിയിട്ട് അവളുടെ മേത്തേക്ക് തന്നെ വീഴാണ്. ഇപ്പൊ പിറ്റേ ദിവസം ഒരു കൈയും ഒരു കാലും ഒരു കഴുത്തും ഒടിഞ്ഞിട്ട് ഈ ഒരു പെങ്കൊച്ച് അവളുടെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് ഒരു വീൽ ചെയറിലാണ് വരുന്നത്. എന്നിട്ട് ഇവന്റെ അടുത്ത് പറയാണ്, നമുക്ക് ബ്രേക്കപ്പ് ആവാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇതും കൂടി ആയി കഴിഞ്ഞപ്പോ അവൻ ഉറക്ക കിടന്ന് കരയാണ്. ഇവന്റെ ഈ ഒരു അലർച്ച കേട്ടിട്ട് തന്നെ ഈ ഒരു പെണ്ണ്
പെണ്ണും അവളുടെ ഫ്രണ്ടും കൂടിയിട്ട് അവിടുന്ന് ഓടുകയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ അവനൊരു തീരുമാനം എടുക്കുകയാണ്, ഇനി മുതൽ ഒരു പെണ്ണിനെ ഞാൻ തല്ലാനായിട്ട് അനുവദിക്കില്ല. ഈ ഒരു ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ കാണുന്നത് കിമ്മിനിപ്പോ ഹാമർ ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുകയാണ്. റോക്ക് വന്നിട്ട് കിമ്മിനോട് പറയാണ്, ആ ഒരു പൈസ ആണെങ്കിൽ എന്റെ സാലറി നിന്ന് പിടിച്ചോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ കിമ്മ് പറയാണ്, നിന്റെ സാലറി നിന്ന് പിടിക്കാൻ അല്ലേ, നിനക്ക് തന്നെ ഇവിടെ നക്കാപ്പിച്ച ശമ്പളം കിട്ടുന്നുള്ളൂ, ഇനിയിപ്പോ അതിന്ന് ഉമ്മാർക്കും കൂടി വീതിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താടാ ഉണ്ടാവുക, ഓ നീ പിന്നെ ജയിലിൽ കിടന്നിട്ടുള്ള ഒരുത്തനാണല്ലോ, ഈ ഒരു ജയിൽ പുള്ളികൾക്കായിരിക്കും ഇങ്ങനത്തെ മണ്ടത്തരൊക്കെ തോന്നുക എന്നിങ്ങനെ പറഞ്ഞിട്ട് അവനടുത്ത് ചുമ്മാ ചൊറിയുന്നുണ്ട് ഒരു കാര്യമില്ലാണ്ട്. എന്നാല് ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ റോക്ക് നല്ല കലിച്ചു വരുന്നുണ്ട്. റോക്ക് പോ കിമ്മിനോട് പറഞ്ഞോണ്ടിരിക്കാണ്, ഇങ്ങനത്തെ കോപത്തെ വർത്താനൊന്നും താൻ എന്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട. കിമ്മ് വന്നിട്ട് പറയാണ്, നീ ആരോടാ സംസാരിക്കുന്നത് നിനക്ക് മനസ്സിലായോ, ഞാനാണ് ഇവിടുത്തെ മുതലാളി, അതുകൊണ്ട് ഇപ്പൊ എല്ലാം ഇവിടുന്ന് ഇറങ്ങിക്കോണം, നിന്നെയൊക്കെ ഞാൻ പിരിച്ചു വിട്ടേക്കാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ റോക്ക് പറയാണ്, ഹാമറെ വാടാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവനിങ്ങനെ പുറത്തേക്ക് പോവാൻ നിൽക്കാണ്. ഇപ്പൊ ഹാമർ പറയുന്നുണ്ട്, ഈ ഒരു പിള്ളേരുടെ കാര്യം എന്താ ചെയ്യണ്ടേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ റോക്ക് പറയുന്നുണ്ട്, അവരെയും വിട്ടേക്ക്. ഇപ്പൊ കിമ്മ് നേരെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോൺ എടുത്തിട്ട് പോലീസിനെ വിളിക്കാൻ വേണ്ടി നിൽക്കാണ്. അപ്പൊ നോക്കുമ്പോഴാണ് എവിടുന്നോ നമ്മുടെ കിക്ക് ഇങ്ങനെ പറന്നു വന്നിട്ട് കിമ്മിന്റെ നെഞ്ചത്തേക്ക് ഇങ്ങനെ ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇത് എവിടുന്നാടാ വന്നതെന്ന് വിചാരിച്ചിട്ട് എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കാണ്. ഇപ്പൊ കിക്ക് ചോദിക്കാണ്, എന്താണ് അവിടെ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗെയിമർ അങ്ങോട്ട് ഓടി വന്നിട്ട് പറയുന്നുണ്ട്, ഓ അത് ചവിട്ടുന്നതിന് മുന്നേ ചോദിച്ചുകൂടായിരുന്നോ തെണ്ടി എന്നിങ്ങനെ പറയാണ്. ഒന്നുമില്ല, നമ്മളിവിടുത്തെ പണി നിർത്തി പോവാന്നിങ്ങനെ പറയാണ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ കിക്ക് എന്നാ ശരി പോവാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. ഹാമർ എടാ ഒരു മിനിറ്റ് ഇവിടെ നിൽക്ക്, അല്ല നമ്മൾ ഇത്രയും കാലം ഇവിടെ പണിയെടുത്തിട്ട് ഇയാൾ ഒരു ചില്ലി കാശ് പോലും തന്നിട്ടില്ല, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മേശയും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു നോക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ അതൊന്നും പൈസ ഉണ്ടായിരുന്നില്ല. മേശപ്പുറത്ത് ഒരു കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പൈസ ഇവനെ എടുത്തിട്ട് കിമ്മിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ബാക്കിയുള്ള പൈസ ഒക്കെ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. കിമ്മ് പറയാണ്, അത് ശരി നിങ്ങൾ എന്റെ അടുത്ത് മോടെ ഇറക്കാണ്, അപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് കിമ്മ് അവിടെ ഉണ്ടായിരുന്ന ഫോൺ എടുത്തിട്ട് പോലീസിനെ വിളിക്കാൻ വേണ്ടി തുടങ്ങാണ്. എന്നാല് കിക്ക് ഓടി വന്നിട്ട് ആ ഒരു ഫോൺ ചവിട്ടി അങ്ങോട്ട് പൊളിക്കുന്നുണ്ട്. കിമ്മ് ഇപ്പൊ ആ സൈഡിലേക്ക് മാറിയിരിക്കുന്നുണ്ട്. ഈ സീൻ ഇവിടുന്ന് കട്ടായിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇപ്പോ ഡീസലിന് പകരം പെട്രോൾ അടിച്ചിട്ട് പോയ ആ ഒരു ജയിൽ ബസ് ഉണ്ടല്ലോ അതാണ് കാണുന്നത്. അതൊരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോ ഇങ്ങനെ കുത്തി അങ്ങോട്ട് ഓഫ് ആവുന്നുണ്ട്. ഇപ്പൊ ഡ്രൈവർ എത്ര നോക്കിയിട്ടും വണ്ടി ഓൺ ആവുന്നില്ല. ഇപ്പൊ എന്താടാ സംഭവം എന്ന് വിചാരിച്ചിട്ട് ഇവർ അങ്ങനെ ഒന്ന് കളിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ശരിക്കും പോലീസുകാരല്ലായിരുന്നു, ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം കുറ്റവാളികളായിരുന്നു. അപ്പോൾ ഇവര് തടവിലാക്കിയിട്ടുള്ള ഒരു പോലീസുകാരനും ഈ ഒരു വണ്ടിയിലുണ്ട്. അയാളാണ് ശരിക്കും ഈ ഒരു വണ്ടിന്റെ ഡ്രൈവർ. ഇപ്പൊ അയാളെ കൂട്ടിയിട്ട് ഈ ഒരു ബസ്സിന്റെ കംപ്ലൈന്റ് എന്താന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നേക്കാണ്. അപ്പൊ അയാൾ പറയാണ്, പെട്രോൾ പമ്പിൽ വെച്ചിട്ട് ഡീസലിന് പകരം അവര് പെട്രോളാണ് അടിച്ച് കയറ്റിയത്, അത് ഞാൻ പറയാൻ വന്ന സമയത്ത് നിങ്ങൾ എന്നെ തല്ലിക്കൂട്ടി ഇരുത്തിയില്ലേ, അതുകൊണ്ടാണ് ഇപ്പോ ബസ് ഇങ്ങനെ ഓഫായി പോയത് എന്നിങ്ങനെ അയാൾ പറയാണ്. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ ഈ ഒരു കൊള്ളക്കാരുടെ തലവനായിട്ടുള്ള ആശാന് നന്നായിട്ട് ചൂടാവുന്നുണ്ട്. ഇവരെല്ലാരും കൂടി ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്നാൽ ഇപ്പൊ ആശാനെ ഇവരടുത്ത് വിളിച്ചു പറയുന്നുണ്ട്, നിക്ക് ഒരു മിനിറ്റ്, നമുക്ക് ഈ ഒരു ബസ് തള്ളിയിട്ട് ആ ഒരു പെട്രോൾ പമ്പിലേക്ക് കൊണ്ടുപോകാം, നമ്മളെ പോലെ തന്നെ ഒരുപാട് ആൾക്കാരെ ഈ ഒരു പമ്പിലുള്ള ടീംസ് ഇട്ട് കഷ്ടപ്പെടുന്നുണ്ടാവില്ലേ, നമുക്ക് ഇപ്പൊ അതിനൊരു പരിഹാരം കാണണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര സ്പീച്ചൊക്കെ നടത്തുന്നുണ്ട്. നമ്മുടെ ഈ ഒരു നാടിന് വേണ്ടിയിട്ട് നമ്മൾ അതെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാണ്. ഇപ്പൊ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നിട്ടുള്ള ഈ ഒരു ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഡ്രൈവർ, നമുക്ക് അവനെ ഡ്രൈവർ തന്നെ വിളിക്കാം. ആശാനെ അതൊക്കെ വേണോ, നമ്മളെ പോലീസ് അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട്, അപ്പൊ അതിന് മുന്നേ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ആശാനെ ഒരു കണക്കിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇവർ ആ ഒരു ബസ് അവിടുന്ന് തള്ളിയിട്ട് പമ്പിലേക്ക് കൊണ്ടുപോകാൻ നോക്കാണ്. പക്ഷേ ഈ ഒരു ബസ് ഓഫ് ആയത് കുറെ ദൂരം എത്തിയിട്ടായിരുന്നു. എന്തായാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ആ ഒരു ബസ് അങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കിമ്മിനെ തള്ളിക്കൂട്ടിയിട്ട് മേലത്തെ റൂമിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് കിമ്മിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ലീ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവന്റെ കൂട്ടത്തില് ചിയർ ഗേൾസ് ആയിട്ടുള്ള കുറച്ച് പെമ്പിള്ളേരുണ്ടായിരുന്നു. ലീ നേരെ ചെന്നിട്ട് ഓഫീസ് റൂമിലേക്ക് കയറാനായിട്ട് നോക്കുകയാണ്. പക്ഷേ റോക്ക് അവനെ വിടുന്നില്ല. മൈന വന്നിട്ട് പറയാണ്, മുതലാളി മേലത്തെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട് എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ ലീ പറയാണ്, ഓ ഇയാൾ ഇത്ര നേരത്തെ കിടന്ന് അറിയോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവര് മേലത്തെ റൂമിലേക്ക് കയറി ചെല്ലാണ്. അപ്പൊ ചെന്ന് നോക്കുന്ന സമയത്ത് ഹാമർ അവനിങ്ങനെ കെട്ടിയിടുന്നതാണ് ലീ കാണുന്നത്. ഇപ്പൊ ലീനെ കണ്ടപ്പോ തന്നെ കിം ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, എന്നെ രക്ഷിക്ക് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിങ്ങനെ പോകുന്നുണ്ട്. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും എല്ലാ ടീംസും കൂടിയിട്ട് ഈ റൂമിന്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇപ്പൊ ഗെയിമർ പറയാണ്, അയാളുടെ വായിൽ എന്തെങ്കിലും കുത്തി കയറ്റ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇപ്പൊ ലീ അവന്മാരെ നേരെ നടന്നില്ലാണ്. എന്നിട്ട് അവന്മാരെങ്ങനെ തുറച്ചു നോക്കി പേടിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ആരും പേടിക്കുന്നില്ല. റോക്കിനെ നോക്കിയിട്ട് ലീ പറയാണ്, ആദ്യം നീ തന്നെ വാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോ റോക്ക് അവന്റെ മുന്നിലേക്ക് ചെന്ന് നിന്ന് കൊടുക്കുകയാണ്. റോക്ക് വന്ന സമയത്ത് തന്നെ അവന്റെ മുഖത്തേക്കായിട്ട് ഇടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ റോക്ക് ഒഴിഞ്ഞു മാറാണ്. ഈ ഒരു സമയത്ത് തന്നെ ഇവൻ തെറിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കട്ടിലിന്റെ അടുത്ത് പോയി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു ടൈമിൽ അവിടെ കിടന്നിട്ടുള്ള ബേസ്ബോളിന്റെ ബാറ്റ് നമ്മുടെ ലീക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവൻ ആയുധം എടുത്തത് കണ്ടു കഴിഞ്ഞപ്പോ റോക്കിന് നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. റോക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു സോഫേന്റെ മുകളിൽ ചവിട്ടിയിട്ട് ചാടി പറന്ന് വന്നിട്ട് ലീന്റെ മോന്തയ്ക്ക് നോക്കിയിട്ട് ഒരൊറ്റ കുത്തുന്നുണ്ട്. ആ ഒരു കുത്തി തന്നെ നമ്മുടെ ലീന്റെ ബോധം പോകുന്നുണ്ട്. അവനങ്ങനെ ചത്തമാരി അവിടെ കിടക്കാണ്. ഇപ്പൊ ഹാമർ വന്നിട്ട് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി അവള് വിളിച്ചിട്ട് പറയാണ്, ഇവിടെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേര് ഈ ഒരു ബോർഡിൽ എഴുതി വെക്ക് എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലിരുന്ന ആ ഒരു മാർക്കർ കൊടുക്കാണ്. ഇപ്പൊ ഈ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇത്രയും പേരുണ്ടായിരുന്നല്ലോ, ചേട്ടൻ അതിനെ എന്നെ മാത്രം വിളിച്ചേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാത്തിനെയും കണ്ടാൽ തന്നെ അറിയാം നല്ല തന്റെ അടികളാണെന്ന്. പക്ഷെ നീ ഒരു പാവാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല എനിക്ക് നിന്റെ അടുത്ത് ചെറിയൊരു ക്രഷ് ഉണ്ട് എന്നിങ്ങനെ പറയാണ്. ഹാമർ പറയാണ്, ഇനി മുതൽ നീയാണ് വൈസ് ക്യാപ്റ്റൻ. അപ്പൊ ക്യാപ്റ്റൻ ആരാണെന്ന് അവൾ ഇങ്ങനെ ചോദിക്കാണ്. ക്യാപ്റ്റനോ,
ക്യാപ്റ്റൻ ഞാനാണ് എന്നിങ്ങനെ പറയാണ്. അപ്പൊ അവള് ഭയങ്കര നാണിച്ചിട്ട് ആ ഒരു മാർക്കർ അങ്ങനെ വാങ്ങി നിൽക്കാണ്. ഇവരെല്ലാരും കൂടി ഇപ്പൊ ആ ഒരു റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകാനായിട്ട് നിൽക്കാണ്. ഓഫീസ് റൂമിൽ ഇരുന്ന ക്യാഷ് എല്ലാം കൂടി എടുത്തിട്ട് എണ്ണി നോക്കാണ്. കിം അവർക്ക് കൊടുക്കാനുള്ള പൈസ ആയിട്ട് മാച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് എവിടെ എത്തുന്നില്ല. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വെച്ചിട്ട് എല്ലാരും ഇങ്ങനെ തലതെറിഞ്ഞ് നിൽക്കാണ്. ഇപ്പൊ ചിപ്പിളി പറയാണ്, എന്നാല് പെട്രോൾ ഇട്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു കാശ് എടുത്തൂടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അവൻ പറഞ്ഞത് ശരിയാണെന്ന് ഇവർക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഈ ഒരു പമ്പില് പെട്രോൾ അടിക്കാനായിട്ട് വരുന്ന ആൾക്കാർ കാർഡ് മാത്രമല്ലേ കൊടുക്കുള്ളൂ, അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് കാശ് കൊടുക്കില്ലല്ലോ. അപ്പൊ അതിനെന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ ആലോചിച്ച് നിൽക്കാണ്. നമ്മുടെ മൈനിപ്പ് പറയാണ്, അതിന്റെ എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്. ഈ ഒരു കോലുമിഠായി ഉണ്ടോ, ഇത് ഞാൻ വാങ്ങിയത് 1+1 ഓഫർ കണ്ടിട്ടാണ്. അതായത് ഒരു കോലുമിഠായി വാങ്ങിയാൽ വേറൊരു കോലുമിഠായി ഫ്രീ കിട്ടും. അപ്പൊ അതേപോലെ ഒരു സ്കീം നമുക്ക് കൊടുത്താൽ പോരെ. ഇപ്പൊ ഹാമർ പറയാണ്, ഒരാൾ വന്നിട്ട് അയാളുടെ വണ്ടിയിൽ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ടാങ്ക് അയാളുടെ വീട്ടിൽ നിന്ന് വേറെ കൊണ്ടുവരണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ കിക്ക് പറയുന്നുണ്ട്, നമുക്ക് 50% ഓഫ് കൊടുക്കാം, പിന്നെ പുറത്ത് ഇവിടെ ക്യാഷ് എടുക്കുള്ളൂ, കാർഡ് എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡും വെക്കാം. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോഴാണല്ലോ നമ്മുടെ രാജ്യത്ത് പെട്രോളിന് വില കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് പെട്രോൾ നല്ല തീ പിടിച്ച വിലയാണ്. എന്തായാലും നമ്മൾ 50% ഓഫ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്തായാലും പെട്രോൾ അടിക്കാനായിട്ട് ഇങ്ങോട്ട് വരാതിരിക്കില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ കാശ് തന്നെ തന്നോളും എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ഇവരെല്ലാം തീരുമാനിച്ചിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് അവിടേക്ക് കുറച്ച് പോലീസ് ഓഫീസേഴ്സ് വരുന്നത്. ഇവർ വന്നിട്ട് പറയാണ്, ഇതിലെ ഒരു ജയിൽ ബസ് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു? അപ്പൊ ഇവർ പറയാണ്, ഇവിടെ വന്നിട്ട് പെട്രോൾ അടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അവര് ജയിലിൽ നിന്ന് ചാടി പോയിട്ടുള്ള ജയിൽ പുള്ളികളാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് കിമ്മിന്റെ റൂമില് വലിയൊരു ഗൂഢാലോചന നടക്കുന്നത്. ഹാമറിന്റെ ക്രഷ് ഉണ്ടല്ലോ, ആ ഒരു പെൺകുട്ടിനെ ബാക്കിയുള്ള എല്ലാരും കൂടിയിട്ട് പിടിച്ചിങ്ങനെ കെട്ടിയിടുന്നുണ്ട്. എന്നിട്ട് കിം ഇപ്പോ ആരെങ്കിലും ഒരു കയറൊക്കെ കെട്ടിയിട്ട് ഈ റൂമിന്റെ വാതിൽ മാത്രമല്ല അടച്ചിട്ടുള്ളൂ. അപ്പൊ കിം ഇറങ്ങിയിട്ട് ആ ഒരു ജനൽ വഴി മെല്ലെ രക്ഷപ്പെടാനായിട്ട് നോക്കാണ്. ഇവരുടെ പ്ലാൻ അനുസരിച്ചിട്ട് ഈ ഒരു ബിൽഡിങ്ങിന്റെ മേലെ കൂടെ ഇങ്ങനെ നടന്നിട്ട് എങ്ങനെയെങ്കിലും ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് എത്തണം. അങ്ങനെയാണെങ്കിൽ പോലീസിനെ മറ്റേ വിളിക്കാലോ. ആ ഒരു പ്ലാനിലാണ് കിം ഇങ്ങനെ പോകുന്നത്. അങ്ങനെ പോയിട്ട് ഏകദേശം ആ ഒരു പമ്പിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. താഴെ പോലീസുകാർ റോക്കിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ജയിൽ പുള്ളികളെ പറ്റിയിട്ട് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഉടനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അവരോടൊന്ന് പോവാണ്. റോക്കും ബാക്കിയുള്ള ടീംസും കൂടിയിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് പേരപ്പുറത്ത് നമ്മുടെ കിം ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത്. ഇപ്പൊ ഇവരെ കണ്ട് പേടിച്ചിട്ട് കിമ്മിന്റെ കൺട്രോൾ പോയിട്ട് കിമ്മ തെറ്റിദ്ധരിച്ചിട്ട് താഴേക്ക് വീഴാണ്. കിം എന്നാല് തോറ്റു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. കിം അവിടെ നിന്ന് എണീറ്റിട്ട് 100 ഓടുകയാണ്. പക്ഷെ ഇവന്മാരെല്ലാരും കൂടി പുറകെ പോയിട്ട് അയാളെ പിടിച്ചിട്ട് വീണ്ടും ആ റൂമിൽ തന്നെ കൊണ്ടിടാണ്. പുള്ളിനെ കൊണ്ടുവന്നിട്ടത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ജ്യൂസ് ക്യാന്റെ മുകളിലേക്കായിരുന്നു. ഇപ്പൊ കിക്ക് വന്നിട്ട് കിമ്മിനോട് പറയുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ വെറുതെ വായും പൊളിച്ചിരുന്നിട്ടാണ് തനിക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടാനായിട്ട് തോന്നുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഈ ജ്യൂസിന്റെ ക്യാനെല്ലാം വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു കൊട്ടാരം പോലെ ഇങ്ങനെ അടുക്കി വെക്ക് എന്നിങ്ങനെ പറയാണ്. ഇപ്പോഴാണ് നമ്മുടെ ഹാമർ അങ്ങോട്ട് നടന്നു വരുന്നത്. ഹാമറിന്റെ ക്രഷിനെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്ന കണ്ടിട്ട് അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഹാമർ ഓടിപ്പോയിട്ട് അവളുടെ കെട്ടൊക്കെ ഇങ്ങനെ അഴിച്ചു കൊടുക്കുകയാണ്. ഹാമറിന് നല്ല കലി കയറി വരുന്നുണ്ട്. ഹാമർ ഇപ്പൊ ഉറക്കം വിളിച്ച് ചോദിക്കുകയാണ്, ആരാടി ഇവളെ ഇങ്ങനെ കെട്ടിയിട്ടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഹാമറിന്റെ ഗേൾ ഫ്രണ്ട് ബാക്കിയുള്ള ലേഡീസിനെ ചൂണ്ടി ഇങ്ങനെ കാണിക്കുകയാണ്. ഇപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ ഹാമർ വന്നിട്ട് ഇവരെ തല്ലാനായിട്ട് വരികയാണ്. എന്നാൽ അതിലുണ്ടായിരുന്ന ആ ഒരു ലേഡി പറയാണ്, നീ സ്ത്രീകളെ തല്ലാറില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പേടിക്കാനില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഹാമറിന്റെ ഗേൾ ഫ്രണ്ട് വിളിച്ചു പറയുന്നുണ്ട്, അവളൊന്നും ചെയ്യണ്ട, അവളെ മെല്ലെ മേലേക്ക് പൊക്കിയിട്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹാമർ സന്തോഷമാവുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ലേഡി എടി മൂതയി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ട് അങ്ങനെ നിൽക്കുകയാണ്. താഴെ നോക്കുകയാണെങ്കിൽ അവിടെ കച്ചവടം നല്ല പൊടി പൂരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇവര് 50% ഓഫ് എന്നുള്ള ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞപ്പോ ഒരുപാട് ആൾക്കാർ കാറും കൊണ്ട് ഇങ്ങോട്ടേക്ക് പെട്രോൾ അടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിക്ക് ഇവർക്ക് പൈസ കിട്ടുന്നുണ്ട്. കിമ്മിപ്പോ കിക്ക് പറഞ്ഞ അനുസരിച്ചിട്ട് ജ്യൂസ് ക്യാനുകളും ഉണ്ട് ഇങ്ങനെ ഒരു കൊട്ടാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വളരെ ശ്രദ്ധയോടെ ഇങ്ങനെ അടുക്കി വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹാമർ ആ ഒരു ലേഡീനെ ആകാശത്തേക്ക് ഇങ്ങനെ പൊക്കി എടുത്തിട്ട് ഒരേറിയുന്നത്. അവള് നേരെ വന്നിട്ട് കിം അടുക്കി വെച്ചോണ്ടിരിക്കുന്ന ഈ ഒരു ക്യാന്റെ മുകളിലേക്കാണ് വീഴുന്നത്. ഇപ്പൊ ആ ഒരു ക്യാനൊക്കെ ഇങ്ങനെ നിരന്നു പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് കിമ്മിന് ഇങ്ങനെ എന്തൊക്കെയോ ആവുന്നുണ്ട്. കിമ്മിപ്പോ നേരെ പോയിട്ട് ലീനെ തട്ടി എണിപ്പിക്കാൻ നോക്കാണ്. ഇവന്റെ ഒരു ഹെൽപ്പും കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു ക്യാൻ അടിക്കി വെക്കുന്നത് വേഗം തീർക്കാനോന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ലീന്റെ ബോധം നേരത്തെ പോയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അവന്റെ മുഖത്തേക്ക് 2 അടിയൊക്കെ കൊടുത്തിട്ട് ശരിക്കും നിന്റെ ബോധം പോയതാണോ അതോ നീ ബോധം പോയ പോലെ അഭിനയിക്കാണോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കിമ്മിന് ഭ്രാന്ത് പിടിച്ചിട്ട് ഈ ഒരു ബസ്സും തള്ളിയിട്ട് നമ്മുടെ ജയിലിൽ നിന്ന് ചാടിയിട്ടുള്ള ആ ഒരു ടീം ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ബസ് തള്ളിയിട്ട് അവർ ഊപ്പാട് വന്നിട്ടുണ്ട്. ഇപ്പൊ ക്യാപ്റ്റന്റെ അടുത്ത് അവർ പറയാണ്, നമുക്ക് ഈ ഒരു ശ്രമം ഉപേക്ഷിച്ചൂടെ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം, പോലീസ് നമ്മുടെ പുറകെ വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ ആശാൻ അതിന് സമ്മതിക്കുന്നില്ല. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വിജയം കാണാതെ ബാക്കോട്ട് തിരിഞ്ഞു ഓടരുത് എന്നിങ്ങനെ അയാൾ പറയാണ്. ഇപ്പൊ ഇത് കേട്ടിട്ട് ഓ പുല്ല് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡ്രൈവർ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ വീണ്ടും ആ ഒരു ബസ്സും തള്ളിയിട്ട് അവരിപ്പോ ഇങ്ങനെ വരികയാണ്. പമ്പിലേക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട്. കാർ ഇങ്ങനെ കെട്ടിക്കിടക്കാണ്. 50% ആണല്ലോ കൊടുക്കുന്നത് ഡിസ്കൗണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ആ ഒരു പമ്പിൽ ഇങ്ങനെ പെട്രോൾ അടിക്കാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. ഒരുപാട് പൈസമാരെ ഉണ്ടാക്കുന്നുണ്ട്. പമ്പിന്റെ അടുത്ത് ഇത്രയും തിരക്ക് കണ്ടു കഴിഞ്ഞപ്പോ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ പെട്ടിക്കടകൾ വരെ വന്നിട്ടുണ്ട്. ഇപ്പൊ കച്ചവടം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിയർ ഗേൾസിനെ അവിടെ നിരത്തി നിർത്തിയിട്ട് ഇപ്പൊ ഡാൻസ് കളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈ ഒരു ബസ്സും തള്ളിയിട്ട് നമ്മുടെ കുറ്റവാളികൾ അങ്ങോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് അങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് അവരുടെ കച്ചവടം ഇങ്ങനെ പോവാണ്. ഇപ്പൊ ഒരുപാട് ഫണ്ട് അവർക്ക് ഇങ്ങനെ വരുന്നുണ്ട്. കിമ്മാണെങ്കിൽ മേലെയുള്ള റൂമിൽ ഒരു കൊട്ടാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരത്തെ വിൽപ്പനയ്ക്ക് ശേഷം ഇവരിപ്പോ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് എടുത്താണ്. അങ്ങനെ ഇവർ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് അവിടേക്ക് ആ ഒരു ബൈക്കർ ഗ്യാങ് വരുന്നത്. ബൈക്കർ ഗ്യാങ് വന്നിട്ട് ആ റോട്ടിൽ അങ്ങനെ നിർത്താണ്. അപ്പൊ നേരത്തെ അടികൊണ്ട് ആ ഒരു പയ്യന്റെ അടുത്ത് ഇവരുടെ ഗ്യാങ് ലീഡർ ചോദിക്കുന്നുണ്ട്, എടാ ഇത് തന്നെയാണോ പമ്പ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവനിങ്ങനെ നോക്കുന്ന സമയത്ത് കിക്കാണെങ്കിൽ പുറത്തിങ്ങനെ നിൽക്കുന്നത് കാണുന്നുണ്ട്. അവൻ പറയാണ്, ആ ഇത് തന്നെ അവനാണ് എന്നെ തല്ലിയത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഇത് കേട്ടിട്ട് അവന്മാരിപ്പോ ആ ഒരു പമ്പിലേക്ക് ഇങ്ങനെ പറന്ന് വന്ന് കയറുന്നുണ്ട്. സൗണ്ട് കേട്ടിട്ട് കിമ്മും ലീയൊക്കെ ആ ഒരു ജനലിൽ കൂടെ അങ്ങനെ നോക്കുകയാണ്. ഇപ്പൊ എല്ലാവരും പമ്പിന്റെ പുറത്തേക്ക് വന്ന് നോക്കുന്നുണ്ട്. ഗെയിമർ വിളിച്ചു പറയാണ്, നമ്മൾ അന്വേഷിച്ച് നടന്നോണ്ടിരുന്ന ടീം ഇതാ മോനെ
വന്നേക്കുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ റോക്കി ചോദിക്കുന്നുണ്ട്, എന്താ മക്കളെ ഇത്ര താമസിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇവന്മാരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടി ശമ്പളം തരാന്നാ മുതലാളി പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ഒരുപാട് വെക്കേണ്ടി വരും എന്നിങ്ങനെ പറയാണ്. ഇതിന്റെ ഇടയിൽ നമ്മുടെ കുട്ടാപ്പി ഒരു കാര്യമില്ലാതെ നമ്മുടെ ടീമിന്റെ നേതാവ് മോശക്കാരനല്ലാന്ന് ഞാൻ കാണിച്ചു കൊടുക്കും എന്നിങ്ങനെ ഇവന്മാരെ നോക്കിയിട്ട് നല്ല കട്ട കലിപ്പിൽ പറയുന്നുണ്ട്. എന്തിനാണോ എന്തോ. എന്നിട്ട് ഇവന്മാരെ നേരെ ഇടിക്കാനായിട്ട് ഓടുകയാണ്. കറക്റ്റ് സമയത്ത് നമ്മുടെ കിക്ക് വന്നിട്ട് അവനെ പിടിച്ചങ്ങോട്ട് മാറ്റാണ്. എന്നിട്ട് പറയാണ്, അങ്ങോട്ട് മാറി നിക്കടാ ചള്ളു ചക്ക എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ അവരെ തല്ലാനായിട്ട് മുന്നോട്ട് ഇങ്ങനെ നടന്നു പോവാണ്. നമ്മുടെ ഗെയിമറും ഹാമറും അതുപോലെ തന്നെ റോക്കും കൂടിയിട്ട് ഇപ്പൊ വന്നിട്ട് അങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ കുറെ ടീംസ് ബൈക്കിന്റെ മുകളിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അവന്മാരുടെ കയ്യിലാണെങ്കിൽ കത്തിയും കൊടുവാളും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കല്ലിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ ഒരു സമയത്താണ് ബൈക്കർ ഗ്യാങ്ങിന്റെ ലീഡർ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് അവൻ ചോദിക്കാണ്, ആരാടാ ഞങ്ങളുടെ പയ്യന്റെ ബൈക്ക് എടുത്തത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ കിക്ക് അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് അവന്റെ നെഞ്ചത്ത് നോക്കി ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഞാനാണ് എടുത്തത് എന്ന് പറഞ്ഞിട്ട് ആശാൻ കൈ ഇങ്ങനെ പൊക്കി കാണിക്കുകയാണ്. ഇപ്പൊ ബൈക്കർ ഗ്യാങ്ങിലെ ലീഡർ അടിച്ച് പൊളിക്കാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് അലറി വിളിക്കുകയാണ്. ഇവന്മാര് കയറിയിട്ട് തല്ല് തുടങ്ങിയിട്ടുണ്ട്. ആ നല്ല കൂട്ട തല്ല് എല്ലാണത്തിനും എടുത്തിട്ട് അടിക്കുകയാണ്. ഇവന്മാരുടെ കയ്യിലുണ്ടായിരുന്നേ കത്തിയും കൊടുവാളും കോടാലേക്ക് വെച്ചിട്ട് നല്ലോണം കയറി അടിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചക്കന്മാരും മോശമൊന്നുമല്ല. ഇവന്മാരും നമ്മുടെ ബൈക്കേഴ്സിനെ എടുത്തിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. കിക്കാണെങ്കിൽ നല്ല മാരക കിക്കുകളൊക്കെ കാഴ്ച വെക്കുന്നുണ്ട്. എല്ലാണത്തിനും ചവിട്ടി കൂട്ടാണ്. ഗെയിമർ മോശമൊന്നുമല്ല. ഗെയിമർ മാക്സിമം നല്ല രീതിയിൽ കുത്തുന്നുണ്ട്. റോക്കാണെങ്കിൽ എല്ലാണത്തിനും ഇടിച്ച് പരത്തുന്നുണ്ട്. ഹാമറിനാണെങ്കിൽ അടിക്കാൻ ആരെയും കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഇവ തെരഞ്ഞു പിടിച്ചിട്ട് അങ്ങോട്ട് പോയി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗെയിമർ ഒരുത്തരം പിടിച്ചിട്ട് ഇങ്ങനെ മുഖത്തിന്റെ കുത്തി 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 ചറഫറാന്ന് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ബാക്കിന്ന് ഒരുത്തൻ ഒരു വടി വെച്ചിട്ട് അവന്റെ തലമണ്ടയ്ക്ക് നോക്കി ഒരു അടി അടിക്കുന്നുണ്ട്. ഇപ്പൊ അവൻ തിരിഞ്ഞു നോക്കാണ് ആരാണ് അടിച്ചെന്ന് വിചാരിച്ചിട്ട്. അവൻ അവിടെ നീട്ടിട്ട് അവന്റെ നേരെ ഇങ്ങനെ തുറച്ചു നോക്കി നടക്കാണ്. എന്നാൽ ഈ ഒരു സമയത്ത് വേറൊരുത്തൻ വന്നിട്ട് അവൻ അടിച്ച് അവിടെ ഇടുന്നുണ്ട്. ബൈക്കർ ഗ്യാങ്ങിന്റെ ലീഡർ ആയിരുന്നു അത്. അവന്റെ കയ്യിലുണ്ടായിരുന്ന വടി വെച്ചിട്ട് ഗെയിമറിനെ അടിച്ച് ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറെ അടി കിട്ടിയപ്പോ അവൻ ഇങ്ങനെ സൈഡ് ആവുന്നുണ്ട്. അവൻ അടിച്ച് കൂട്ടി കഴിഞ്ഞപ്പോ ബൈക്കർ ഗ്യാങ്ങിലെ ലീഡർ അവനെ തല്ലാനായിട്ട് അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഓഫീസ് റൂമിന്റെ ഉള്ളിലുണ്ടായിരുന്ന നമ്മുടെ പിള്ളേര് വന്നിട്ട് ഗെയിമറിനെ പിടിച്ചെണിപ്പിക്കുകയാണ്. ചേട്ടാ ചേട്ടന് കുഴപ്പമൊന്നുമില്ലോ, ചേട്ടൻ മുഖത്ത് ചോര വന്നു പറയുന്നുണ്ട്. ചോരാന്ന് കേട്ടപ്പോഴത്തേക്കും ഗെയിമറിന് കല്ല് പിടിക്കുന്നുണ്ട്. എന്റെ മേത്ത് ഒരു തുള്ളി ചോര വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടൂല, ആരാണ് അവനെ തെളിയത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ചിപ്പിളി അവനെ ചൂണ്ടി കാണിച്ചു കൊടുക്കാണ്. ഇപ്പൊ നമ്മുടെ ഗെയിമറിന് ഒരു പ്രാന്തം കൊണ്ട് ഇളകുന്നുണ്ട്. അവൻ ഓടിപ്പോയിട്ട് ഇവനെ തല്ലി രണ്ടെണ്ണത്തിന് എടുത്തിട്ട് കുത്തുന്നുണ്ട്. ഗ്യാങ് ലീഡറിനൊക്കെ എടുത്ത് അടിച്ച് കൂട്ടുകയാണ്. എന്തൊക്കെയൊക്കെ കാണിക്കുന്നുണ്ട്. അവന് നല്ല പ്രാന്ത് ഇളകിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ എല്ലാത്തിനും എടുത്ത് കുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീംസ്. ഇപ്പൊ കിമ്മ് ജനലിന്റെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ നല്ല പൊരിഞ്ഞടിയാണല്ലോ നടക്കണേ. എല്ലാത്തിനും എടുത്തിട്ട് കുത്രാ മക്കളെ, ഒരെണ്ണത്തിനെ വെറുതെ വിടരുത്. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് കിമ്മ അവിടെ ത്രില്ലടിച്ചിട്ട് അങ്ങനെ നിൽക്കാണ്. ഈ ഒരു സീൻ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത്ര നേരം കാത്തിരുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ലീവ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവന്മാരാരാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പക്ഷെ ഇതൊന്നും കേൾക്കാണ്ട് കിമ്മ ഇപ്പോ അവരെ നോക്കിയിട്ട് ഇങ്ങനെ കമന്ററി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടിച്ച് കൊലടാ എല്ലാത്തിനെയും. ഓ എന്റെ സെലക്ഷൻ അടിപൊളിയാണ്, ഞാൻ സൂപ്പർ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വന്നിട്ട് സ്വന്തം ഇങ്ങനെ പൊഴുത്തിക്കൊണ്ടിരിക്കുകയാണ്. റോക്കിന്റെ ഒരു കിട്ടുക്കാച്ചി ആയിട്ടുണ്ട്. അവൻ അവിടുത്തെ മിഷന്റെ മുകളിൽ കൂടെ ചാടി വന്നിട്ട് ഒരുത്തന്റെ ഒറ്റ കുത്തുന്നുണ്ട്. അവൻ തെറിച്ച് 1.5 കിലോമീറ്റർ അപ്പുറത്ത് പോയി വീഴാണ്. എന്നാൽ ഈ ഒരു ഫൈറ്റ് നടക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ചിയർ ഗേൾസിൽ ഉണ്ടായിരുന്ന ഒരു പെണ്ണ് അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടുകയാണ്. എല്ലാവരും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവള് പോയത് ആരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു വിധത്തില് നമ്മുടെ ചെക്കന്മാര് എല്ലാത്തിനും അടിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ തൂത്തുവാരിട്ട് മേലുള്ള റൂമിൽ കൊണ്ടുവന്നിട്ടേക്കാണ്. ഇത് കണ്ടിട്ട് കിമ്മിനാണ് നല്ല സന്തോഷമാവുന്നുണ്ട്. കിമ്മിപ്പോ അമ്മമാരെ നോക്കിയിട്ട് പറയാണ്, തേകാടി ബഗോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിം അങ്ങോട്ട് പോകുന്നുണ്ട്. തല കുത്തി നിക്കടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബൈക്കർ ഗ്യാങ് കിമ്മിന്റെ അടുത്ത് ചൂടാവാണ്. ഇപ്പൊ കിമ്മ് നമ്മുടെ പിള്ളേരെ വിളിച്ചിട്ട് പറയാണ്, ഇവന്മാരൊന്നും തല കുത്തി നിൽക്കുന്നില്ലാട്ടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഗെയിമർ പറഞ്ഞതങ്ങനെ കേട്ടാ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ അമ്മര് നിക്കാന്ന് പറയാണ്. ഇപ്പൊ ലീന്റെ അടുത്ത് കിമ്മ് പറയാണ്, അന്ന് കാണിച്ചു കൊടുക്കാന്ന് പറയുന്നുണ്ട്. തല കുത്തി നിൽക്കുന്നത് എങ്ങനെയാന്ന് ലീ ഇപ്പൊ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് അവന്മാർ അതേപോലെ നിൽക്കാണ്. എന്നാ മുതലാളി നിങ്ങൾക്ക് സന്തോഷമായില്ലേ എന്ന് പറഞ്ഞിട്ട് കിക്കും ഗെയിമറും അവിടുന്ന് പോവാണ്. എന്നാലും വാതിലടച്ച അതേ സമയത്ത് തന്നെ നമ്മുടെ ബൈക്കർ ഗ്യാങ്സ് വീണ്ടും എണീറ്റ് വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അമ്മര് വാതിലൊക്കെ അടച്ചു പോയി, ഇനിയിപ്പോ നമ്മൾ മാത്രമല്ലേ എവിടെയുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ തല കുത്തി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ലീ ചാടി കയറിയിട്ട് നിനക്ക് ഞാൻ ആരാന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ പോലെ മൊടയിറക്കാൻ നോക്കുകയാണ്. കിമ്മിപ്പോ പറയുന്നുണ്ട്, എടാ വേണ്ട വെറുതെ അമ്മരെ പോയി ചൊറിയാൻ നിൽക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാലും ലീ ഇതൊന്നും കേൾക്കാണ്ട് പഴയ പോലെ തന്നെ ഞാനും അടിച്ച് തൂക്കിയിട്ടുണ്ടെങ്കിൽ 3 മാസത്തെ സാലറി ഇരട്ടിയായിട്ട് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കണം കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ കിമ്മ പറയാണ്, 3 മാസം അവന്റെ ഒരു ഉണ്ടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാലും ലീ പമ്മാരെ മുന്നിൽ പോയിട്ട് നല്ല പട്ടിഷോ കാണിക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ബൈക്കർ ഗ്യാങ്ങിന് നല്ല ചൊറിഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു ലീഡർ ലീന്റെ മോന്തക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. ഇവൻ നേരെ ചെന്ന് വീണത് കിം അടിക്കി പറക്കി വെച്ചിട്ടില്ല ജ്യൂസ് കാനകളുടെ മുകളിലേക്കാണ്. അതിപ്പോ പടപടപടാന്ന് പറഞ്ഞിട്ട് നിലത്തേക്ക് ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് കിമ്മിനാണ് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. കിം അവന്റെ അടുത്ത്, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞത് വെറുതെ ചൊറിയാൻ പോകണ്ടാന്ന്, ഇനി പാതി മുതൽ എടുത്ത് വെക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് കിം ഇങ്ങനെ ഭ്രാന്ത് ഇളകി നിൽക്കുകയാണ്. ഈ ഒരു സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് ഇവിടുന്ന് അടി നടക്കുന്ന ആ ഒരു സമയത്ത് ഓടിപ്പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ചിയർ ഗേൾ ഉണ്ടല്ലോ, അവളിപ്പോ ഓടിയിട്ട് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ അടുത്തേക്ക് വന്നേക്കാണ്. അവനാണെങ്കിൽ അവിടുത്തെ ഒരു വലിയ റൗഡി ആയിരുന്നു. ഇപ്പൊ അവനോട് പറയാണ്, മുത്തേ നല്ലൊരു അടിപൊളി കോൾ ഒത്തു വന്നിട്ടുണ്ട്, ഒരു പമ്പില് നിറച്ചും പൈസയുണ്ട്, വാ നമുക്ക് പോയിട്ട് എടുക്കാം, അവിടുത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ഭയങ്കര മോശമാണ്, നിന്റെ ടീമിനെല്ലാം കൂട്ടിക്കോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത് കേട്ടിട്ട് അവന് നല്ല സന്തോഷമാവുന്നുണ്ട്. ഇപ്പൊ അവരെ കൊണ്ട് പോകാനായിട്ട് ഇറങ്ങാണ്. ഈ ഒരു സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കാണുന്നത് ജഗ്ഗു അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിന് പെട്രോൾ അടിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ നോക്കുന്ന സമയത്ത് അതിനകത്ത് പെട്രോൾ വരുന്നില്ല. അപ്പൊ അതിങ്ങനെ ഞെക്കി നോക്കുന്നുണ്ട്, ഒട്ടും പെട്രോൾ വരുന്നില്ല. ഇപ്പൊ നമ്മുടെ ഗെയിമറിനെ വിളിച്ച് പറയുന്നുണ്ട്, ചേട്ടാ അതിനകത്ത് പെട്രോൾ വരുന്നില്ല കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഗെയിമർ ഹാമറിന്റെ അടുത്ത് വിളിച്ച് ചോദിക്കുകയാണ്. ഹാമർ ഇപ്പോ ആ ഒരു സിസ്റ്റത്തിൽ നോക്കിയിട്ട് പറയാണ്, പെട്രോൾ മുഴുവൻ നമ്മൾ വിറ്റ് തീർത്ത് മക്കളെ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്താണ് അവിടേക്ക് വേറെ ഒരാൾ വരുന്നത്. അത് തൊട്ടപ്പുറത്തെ
പമ്പിലത്തെ മുതലാളിയായിരുന്നു. ഇപ്പൊ ഇയാൾ വന്നിട്ട് നമ്മുടെ റോക്കിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെയൊക്കെ മുതലാളി എവിടെ പോയി കിടക്കാടാ? നിങ്ങൾ ഇവിടെ കിടന്നിട്ട് 50% ഓഫും കൊടുത്തിട്ട് ഇത്രയും വലിയ കച്ചവടം നടത്തുകൊണ്ട് തന്നെ എന്റെ പമ്പിലേക്ക് ഒരു മനുഷ്യനും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ പ്രാന്തളകാണ്. കിക്ക് പറയുന്നുണ്ട്, മുതലാളി മേലത്തെ റൂമിൽ നിൽക്കുന്നുണ്ട്. പുള്ളിക്ക് അങ്ങനെ കലി കളകിയിട്ട് പുള്ളി ഇപ്പൊ മേലത്തെ റൂമിലോട്ട് കയറി പോകുന്നുണ്ട്. അങ്ങനെ ഡോർ തുറന്നിട്ട് വന്ന വഴിക്ക് തന്നെ കിമ്മിന്റെ കുത്തിന് പിടിക്കുകയാണ്. എന്നിട്ട് കിമ്മിനോട് പറയുന്നുണ്ട്, എണീറ്റ് ആടെ കള്ളപ്പന്നി, നീയൊക്കെ എന്താണ് അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? നിനക്ക് എന്താടാ വട്ട് പിടിച്ചോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ കിമ്മ് പറയാണ്, ഇതിനേക്കാളും നല്ലത് വട്ട് പിടിക്കുന്നതാണ്, ഇത്തവണ എന്റെ ജോലിക്കാർ തന്നെയാണ് എന്നെ കൊള്ളയടിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പുറത്തെ പമ്പിന്റെ മുതലാളി അവനെ നമുക്ക് ജാക്ക് എന്ന് വിളിക്കാം. ജാക്ക് ഇതൊക്കെ കേട്ടിട്ട് എല്ലാരും ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട്. ഇപ്പൊ ജാക്കിന് ആ പറഞ്ഞത് വിശ്വാസമുണ്ട്. പുള്ളി അവിടെ കിടന്ന് നല്ല ചിരിയിരിക്കുകയാണ്. കിമ്മി ചോദിക്കുന്നുണ്ട്, എന്താടാ എന്റെ സിറ്റുവേഷൻ കണ്ടിട്ട് നീ കിടന്ന് ചിരിക്കാണോ? ഇപ്പൊ ജാക്ക് പറയാണ്, പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ കിടന്ന് കരയണോ? എനിക്ക് ഇപ്പോഴാണ് കുറച്ച് സമാധാനമായത് എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ നോക്കുന്നുണ്ട് കിമ്മിനെ. എന്നാ പിന്നെ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ജാക്ക് പുറത്തേക്ക് പോകാൻ നിൽക്കാണ്. ഹാമർ റോക്കും കൂടി അവിടെ നിൽപ്പുണ്ട്. ഇപ്പൊ ഇവന്മാരോട് ജാക്ക് പറയാണ്, നിങ്ങൾ പൊളിച്ച മക്കളെ, ഇവന്റെ കച്ചവടം ഇതോടെ പൂട്ടിക്കോളും എന്ന് പറഞ്ഞിട്ട് ജാക്ക് പുറത്തോട്ട് നടന്നു പോകാൻ നിൽക്കാണ്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ഹാമർ പുള്ളിനെ പിടിച്ചു വെക്കുന്നുണ്ട്. നീയൊക്കെ എന്തിനാ എന്നെ പിടിച്ചു വെക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാണ്. നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് കയറി തന്നല്ലേ, അത് കാരണം ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ജാക്കപ്പന്മാരോട് പറയാണ്, എന്ത് ധൈര്യത്തിലാണ് എന്നെ മേത്ത് കൈവച്ചത് എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ മുടയിറക്കുന്നുണ്ട്. എന്നാല് ഹാമർ ഇപ്പൊ അവനെ പിടിച്ച് പൊക്കിയിട്ട് ഒരൊറ്റയിടലിടുന്നുണ്ട് നിലത്തോട്ട്. ഇപ്പൊ ജാക്കിന്റെ ബോധം പോയിട്ടുണ്ട്. ഓ ഇതൊക്കെ കണ്ടിട്ട് കിമ്മില്ലി കൂടിയിട്ട് ഇപ്പൊ മെല്ലെ തിരിഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ഹാമർ വിളിക്കുന്നുണ്ട്, മുതലാളി എന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പൊ കിമ്മില്ലി കൂട്ടിയിട്ട് ഞെട്ടി തിരിഞ്ഞിട്ട് എന്താ സാർ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ഹാമർ പറയാണ്, നിങ്ങളാണ് ഇനി ക്യാപ്റ്റൻ, ഇനി മിണ്ടുന്നവരുടെ പേര് നിങ്ങൾ വേണം എഴുതി വെക്കാൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവന്മാർ രണ്ടുപേരും പുറത്തേക്ക് പോവാണ്. ഇപ്പൊ കിമ്മ പറയാണ്, ഞാൻ ക്യാപ്റ്റനോ എന്ന് പറഞ്ഞിട്ട് കിളിവായിട്ട് അങ്ങനെ നിൽക്കാണ്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ കിക്ക് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. കിക്ക് കയറി വന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു ക്യാനുകൾ മൊത്തം അവിടെ ഇങ്ങനെ ചെതറി കിടക്കുന്നതാണ് കാണുന്നത്. ഇപ്പൊ കിമ്മനെ കല്ലിച്ചങ്ങനെ നോക്കുന്നുണ്ട്. ഇതുവരെ പണി തീർത്തില്ലടോ എന്നിങ്ങനെ ചോദിക്കാണ്. ഇപ്പൊ കിമ്മ് അടിക്കി വെക്കാട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ലീ ചോദിക്കാണ്, എന്താടാ പറയുന്നത്? അപ്പൊ കിമ്മാണെങ്കിൽ ഇപ്പൊ അവനെ നോക്കിയിട്ട് പറയാണ്, പേടിക്കണ്ട, നമുക്ക് രണ്ടുപേരും കൂടി ഒരുമിച്ച് എടുക്കാം, ഒരു സീനില്ല എന്ന് പറയാണ്. ഇപ്പൊ നമ്മുടെ ടീംസ് താഴേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ചിയർ ഗേൾസിനൊക്കെ ഇപ്പൊ പൈസ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ പമ്പിന്റെ പുറത്തുനിന്ന് ഹെയ്ലസാ 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പൊ അവരെല്ലാരും അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഒരു ബസ്സും തള്ളിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ അങ്ങോട്ട് വരുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അതാ ജയിലിൽ നിന്ന് ചാടിയിട്ടുള്ള ആ ഒരു ടീം തന്നെ ഇപ്പൊ എല്ലാരും കിളി പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ആശാൻ പറയാണ്, ഈ ഗ്യാസ് സ്റ്റേഷൻ നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയെ തകർക്കുന്നുണ്ട്, ബസ്സിലന്മാര് പെട്രോൾ അടിച്ച് കയറ്റി, വാ പിള്ളേരെ നമുക്ക് പൊളിക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാ ടീമിനെയും കൂട്ടിയിട്ട് ആ ഒരു പമ്പിലേക്ക് അങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആശാൻ. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ചെക്കന്മാരും അവരുടെ മുന്നിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ആശാൻ പറയാണ്, ഞങ്ങൾക്ക് നീതി വേണം, അതിനാണ് വന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ മൈന പോയിട്ട്, അങ്ങളെ നിങ്ങൾ നേരത്തെ വന്ന ആളല്ലേ, നിങ്ങൾക്ക് ഇനി എണ്ണ വേണോ, ഞാൻ തരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ആശാൻ ഇങ്ങനെ ചൂടായി വരുന്നുണ്ട്. ഡ്രൈവർ ഓടി വന്നിട്ട് പറയാണ്, അവക്കൊന്നും അറിയില്ല, ഞാനാണ് ബസ്സിൽ എണ്ണ അടിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഡ്രൈവർ പറയുന്നുണ്ട്, ആ നമ്മൾ അന്വേഷിച്ച് വന്ന ആളെ കിട്ടിയില്ലേ, പെട്ടെന്ന് അവനെ ശിക്ഷിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ആശാൻ പറയാണ്, അവൻ മാത്രമല്ല അതിന് ഉത്തരവാദി, അവന്റെ മുതലാളിയും കൂടിയിട്ടാണ്, അവനെ വിളിച്ചിട്ട് നല്ലോണം ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം, എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്ന് ആശാൻ ഇങ്ങനെ പറയാണ്. നിങ്ങളുടെ മുതലാളിനെ ഇങ്ങോട്ട് ഇറക്കി വിടറാ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഗെയിമർ ഒന്ന് പോയി പറഞ്ഞു നോക്കുന്നുണ്ട്, ചേട്ടാ പോയിട്ട് നാളെ വാ, ഇപ്പൊ സമയം എന്തായാലും ഇത്ര ആയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ആശാൻ അതൊന്നും കേട്ടിട്ട് അടക്കുന്ന മട്ടില്ല, പുള്ളി ഇങ്ങനെ കലിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചിപ്ലി ഉറക്കെ വിളിച്ചു പറയാണ്, മുതലാളി നേരത്തെ വീട്ടിൽ പോയല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഡ്രൈവർ വന്നിട്ട് പറയാണ്, ആ ശരിയാണ്, രാത്രി ഇത്ര ആയില്ലേ, അയാൾ പോയി കാണും, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ആശാന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ആശാനാണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ്. ആശാൻ പറയാണ്, അയാളെ കണ്ടിട്ട് സംസാരിക്കാതെ ഇവിടുന്ന് ഒരുത്തിനും പോവില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ചിയർ ഗേൾസിന്റെ ആ ഒരു ബോയ് ഫ്രണ്ട് അവൻ ടീമിനെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നേക്കാണ്. അവനിപ്പോ കാറിൽ ഇറങ്ങി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ആ ഒരു പമ്പിലേക്ക് അവന്റെ ടീമിനെ കൂട്ടിയിട്ട് കയറി ഇങ്ങനെ വരികയാണ്. ഇപ്പൊ വന്നിട്ടുള്ള ആ ഒരു ടീമിന്റെ അടുത്ത് ആശാൻ ചോദിക്കുന്നുണ്ട്, എടാ നീയൊക്കെ ഏതാ, ഞങ്ങളാണ് ഇവിടെ ആദ്യം വന്നത്, അപ്പൊ ഞങ്ങളുടെ പ്രശ്നത്തിന് ഒരു തീരുമാനം ആദ്യം ഉണ്ടാക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു ബോയ് ഫ്രണ്ട് ഗ്യാങ്സ്റ്റർ അവന്റെ അസിസ്റ്റന്റിനോട് പറഞ്ഞോണ്ടിരിക്കുകയാണ്, ആകെ 4 പേരുണ്ടാവുന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് ഇപ്പൊ 4000 ആൾക്കാരുണ്ടല്ലോ എന്നിങ്ങനെ ദേഷ്യത്തോടെ പറയണേ. എനിക്ക് ഇപ്പൊ കാറിൽ ഇരുന്നിട്ട് നമ്മുടെ ചീറുകൾ വിളിക്കാണ്, സോറി പക്ഷെ നിങ്ങൾക്ക് കാശ് വേണമെങ്കിൽ ഇവന്മാരൊക്കെ അടിച്ച് പൊളിച്ചേ പറ്റുള്ളൂ മൊത്തേ എന്നിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ബോയ് ഫ്രണ്ട് പറയാണ്, ആ എന്നാ പിന്നെ നോക്കിയിട്ട് എന്ന കാര്യം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഡ്രൈവർ അവനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ആശാന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. ആശാനെ നമുക്ക് ഈ ഒരു പിള്ളേരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് പോവാം എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആശാനാണെങ്കിൽ ഈ ഒരു ഗ്യാസ് സ്റ്റേഷൻ നന്നാക്കിയിട്ട് ഞാൻ അടങ്ങുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കാണ്. ഡ്രൈവർ ഇങ്ങനെ ഓ എന്ത് പുല്ലെങ്കിലും ചെയ്തു പറയുന്നുണ്ട്. ഈ 2 ടീമിന്റെ വർത്താനം കിട്ടി കഴിഞ്ഞപ്പോ ഗെയിമർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, അവർക്ക് അടുത്ത കാലത്തൊന്നും ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അവൻ ഇതിൽ ഇടപെടാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ആശാൻ ഇപ്പൊ മുന്നോട്ടേക്ക് വന്നിട്ട് ഇപ്പൊ പുതിയതായിട്ട് വന്ന ഈ ഒരു ഗ്യാങ്ങിന്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേക്കുന്നത്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് മാന്യമായിട്ട് ചോദിക്കും. എന്നാൽ ഈ ഒരു സമയത്ത് ഗ്യാങ് ലീഡർ പറയാണ്, ഞങ്ങൾ ഈ ഒരു പമ്പ് മൊത്തത്തിൽ ഇങ്ങനെ കൊള്ളയടിക്കാനായിട്ട് വന്നതാണ്. ഇത് പറഞ്ഞു തീർന്നില്ല, ഇവരുടെ ബാക്കിന്ന് ഒരുത്തൻ പറന്നു വരുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്ന ഒരുത്തനെ ഒരു ചവിട്ടം അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഇവൻ പറന്നു പോയിട്ട് ആ ഒരു ലീഡറിന്റെ മുന്നിലേക്ക് വീഴാണ്. ഇപ്പൊ നോക്കുന്ന സമയത്താണ് അത് കിക്കാന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. കിക്ക് ഇപ്പൊ വന്നിട്ട് ആ ഒരു ഗ്യാങ്ങിലുള്ള എല്ലാത്തിനും എടുത്തിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്മാരും തിരിച്ച് നല്ല അടി അടിക്കുന്നുണ്ട്. ഇപ്പൊ കിക്കും പോയി വീഴുന്നുണ്ട്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ടീംസിന് സഹിക്കോ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവന്മാരും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഹാമറിന്റെ ലോക്കം ഗെയിമും കൂടി വന്നിട്ട് എല്ലാത്തിനും എടുത്തിട്ട് ചവിട്ടാണ്. നല്ല പൊരിഞ്ഞ അടി നടക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ ഗെയിമറിന്റെ മുടിയിലെടുത്ത് പിടിച്ച് വലിക്കുന്നുണ്ട്. ആ പട്ടി എന്റെ മുടി തൊടുന്നു പറഞ്ഞിട്ട് അവനെ എടുത്തിട്ട് തോക്കുന്നുണ്ട്. കേറി അടിക്കും മക്കളെന്ന് വിളിച്ച് പറയുന്നുണ്ട് നമ്മുടെ ആശാൻ. അപ്പൊ അത് കേട്ടിട്ട് ആ ഒരു ടീംസ് ഒന്നായിട്ട് വന്നിട്ട് ഇവന്മാരെ എല്ലാത്തിനും എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവരെല്ലാരും കൂടി തന്നെ നല്ല കൂട്ടത്തല്ല് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഗെയിമർ പോയിട്ട്
ആയിട്ട് ഒരുത്തന്നെ കഴുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കടിച്ച് പറിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ ഇടയിലാണ് കിക്ക് വന്ന് ചോദിക്കുന്നത്, എടാ ഇവിടെ എന്താ പ്രശ്നം നടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നത്. ഗെയിമർ പറയാണ്, ഓ പുല്ല്, നിനക്ക് ചാടി അടിക്കുന്നതിന് മുന്നേ ഒന്ന് ചോദിച്ചുകൂടായിരുന്നോ, നിന്റെ ഈ ഒരു സ്വഭാവം കാരണമാണ് ഈ ഒരു തല്ല് മൊത്തം ഇവിടെ ഉണ്ടാവുന്നതെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ വേറൊരുത്തം വന്നിട്ട് അവനെ തല്ലാണ്. അങ്ങനെ വീണ്ടും ഇപ്പൊ എല്ലാവരും കൂടിയിട്ട് നല്ല പൊരിഞ്ഞ അടി നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ആശാനാണെങ്കിൽ ഒരു മൊട്ടനെ പിടിച്ചിട്ട് എടുത്തിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ്, പറന്നടിക്കുന്നുണ്ട് ആശാൻ. ഗ്യാങ്സ്റ്റർ ഇതൊക്കെ നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട്. റോക്ക് ഓടി വന്നിട്ട് അവന്റെ മോന്തയ്ക്ക് ഒരെണ്ണം കൊടുക്കുകയാണ്. അങ്ങനെ ഇവര് തമ്മിൽ ഫൈറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഗ്യാങ്സ്റ്ററിനെ തല്ലിക്കൂട്ടിയിട്ട് ആ ഒരു കാറിന്റെ ഭാഗത്തേക്ക് കൊണ്ട് നിട്ടേക്കാണ്. അപ്പൊ ഗ്യാങ്സ്റ്റർ മേടിച്ചിട്ട് ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അവന്റെ ടീംസ് മുഴുവനും അവിടെ നിന്ന് ഓടുകയാണ്. ഇപ്പൊ അവന്മാർ ഓടിപ്പോയതോടെ ആ ഒരു ഫൈറ്റ് അങ്ങനെ കഴിയാണ്. ഇപ്പൊ ഡ്രൈവറും ഹാമറും കൂടിയിട്ട് കയ്യൊക്കെ അടിക്കുന്നുണ്ട്. ഇപ്പൊ ഡ്രൈവർ പോയിട്ട് പറയാണ്, ആശാനെ ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട, വാ പോവാന്ന് പറയുന്നുണ്ട്. അപ്പൊ ആശ പിന്നെ സമ്മതിക്കുന്നില്ലല്ലോ. അയാൾ പിന്നെ പറയണ, ഇല്ല നമുക്ക് പോകാൻ സമയമായിട്ടില്ല, നമുക്ക് നീതി നടപ്പാക്കണം, അതിനാണല്ലോ നമ്മൾ ഇവിടെ വന്നേ എന്നിങ്ങനെ അയാൾ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഡ്രൈവർ ആണെങ്കിൽ അമ്മേ എന്തായാലും പെട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. ഇപ്പൊ ഗെയിമർ വിളിച്ച് പറയേണ്ടത്, നിങ്ങൾക്ക് നഷ്ടപരിഹാരമല്ല വേണ്ടത്, അത് നമുക്ക് സെറ്റാക്കാം, കുഴപ്പമില്ല, നിങ്ങൾ പോയിട്ട് നാളെ അവിടെ മുതലാളിയില്ല, അതൊന്നും മനസ്സിലാക്ക് എന്നിങ്ങനെ പറഞ്ഞുകൊടുക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് കുറെ ബൈക്ക് റൈഡേഴ്സ് ആ ഒരു ഭാഗത്തേക്ക് വരുന്നത്. നമ്മുടെ ബൈക്കർ ഗ്യാങ്സിന്റെ ടീംസ് ആയിരുന്നു. അപ്പൊ ഇവർ വന്നിട്ട് ആ ഒരു പമ്പിന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റൂമിലാണെങ്കിൽ നമ്മുടെ ബൈക്കേഴ്സ് ചാടി മറിയാണ്. ആഹാ നമ്മുടെ ടീംസ് എത്തിപ്പോയി മോനെ, അടിപൊളി എന്നിങ്ങനെ പറയുന്നുണ്ട്. അവന്മാര് അവിടെ ഉണ്ടായിരുന്ന കാറിന്റെ മോളിൽ കൂടി ഇതിലേക്ക് വന്ന് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആശാൻ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ആരാടാ, ഇതിപ്പോ ഒരുമാതിരി യുദ്ധക്കളം പോലെ ആയിട്ടുണ്ടല്ലോ എന്നിങ്ങനെ അയാൾ പറയാണ്. ഇപ്പൊ കിക്കാണെങ്കിൽ അവന്മാരെ നോക്കിയിട്ട് പറയാണ്, എന്താണ് ഇത്ര വൈകിയത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വന്നുകൂടായിരുന്നോ, എന്നാ ഒറ്റയടിക്ക് പരിപാടി തീർക്കായിരുന്നല്ലോ, ഇതിപ്പോ രണ്ടാമത്തെ ഒരു പണിയായല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാണ്ടോ. ഹാമറും പറയുന്നുണ്ട്, ഓ നാശം, ഇവിടുന്ന് പോകാൻ പറ്റുന്നു തോന്നുന്നില്ല. പമ്പിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നേ ആശാന്റെ ടീംസിനെ നോക്കിയിട്ട് ഈ ഒരു ബൈക്കർ ഗ്യാങ്സിൽ ഉണ്ടായിരുന്നേ ഒരുത്തൻ വിളിച്ചു പറയാണ്, നീയൊക്കെ ഇന്നത്തോടെ തീർന്നടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആശാൻ, അതിന് നീയൊക്കെ ഏതാടാന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ റൈഡർ വിളിച്ചു പറയാണ്, ഒരുത്തനെ വെറുതെ വിടരുത്, എല്ലാണത്തിനും അടിച്ച് പൊളിക്കടാന്ന് പറഞ്ഞിട്ട് ഓർഡർ കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട മതി കേൾക്കാത്ത മതി എല്ലാം കൂടി കയറി മേയാൻ തുടങ്ങാണ്. പിന്നെ നോക്കുമ്പോ കൂട്ടത്തല്ലേ എല്ലാണത്തിനും എടുത്ത് അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചെക്കന്മാർക്കിടൊക്കെ നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഒരറ്റത്തുനിന്ന് ഇവന്മാര് തല്ലാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ അധികം പിടിച്ചു നിൽക്കാനൊന്നും വരുന്നില്ല കേട്ടോ. പക്ഷെ പറ്റാവുന്ന രീതിയിൽ അവന്മാരും ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ 2-3 കയറിയിട്ട് മേലത്തെ റൂമിൽ പോയിട്ട് നമ്മുടെ ബൈക്കർമാരെ അവിടുന്ന് രക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അവൻ താഴെ ഇറങ്ങി വന്ന വഴിക്ക് ഒരു 4-5 ചാടി വന്നിട്ട് അടിക്കുകയാണ്. നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ ഇപ്പൊ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആശാനും മോശമൊന്നുമല്ല കേട്ടോ, ആശാനും കൈ കിട്ടി സാധനമൊക്കെ വെച്ചിട്ട് എല്ലാത്തിനും എടുത്ത് അടിച്ചോണ്ടിരിക്കുകയാണ്. ഈ ബ്രോക്ക് ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഹാമർ ആണെങ്കിൽ കൈ കിട്ടുന്നവരൊക്കെ തോളത്തെടുത്തിട്ട് നിലത്തേക്ക് ഇടുന്നുണ്ട്. കിക്കിന്റെ അടുത്ത് പറയാണ്, നീ കാല് മാത്രം ഉപയോഗിച്ച് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്, കൈയും കൂടെ ഉപയോഗിക്കട തെണ്ടി എന്നിങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട്. ബ്രോക്കാണെങ്കിൽ ചാടി പറന്ന് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ്. എന്താ പറയാ, നല്ല വെടിക്കെട്ടടി എല്ലാത്തിനും പടപടാന്ന് എടുത്ത് അടിച്ചോണ്ടിരിക്കുകയാണ്. ഇവന്മാര് 4 പേരും നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. ഹാമർ ആണെങ്കിൽ ഒരു തന്നെ ചെവിയൊക്കെ കടിച്ച് പറിക്കുന്നുണ്ട്. നമ്മുടെ ബൈക്കേഴ്സിന് ഒരുപാട് തല്ലിയിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി കഴിഞ്ഞപ്പോ അവന്മാരുടെ ലീഡർ ഓടിപ്പോയിട്ട് ആ ഒരു പെട്രോൾ അടിക്കുന്ന പമ്പ് അതിങ്ങനെ എടുത്തിട്ട് മേലേക്ക് പൊക്കിയിട്ട് പറയുന്നുണ്ട്, എല്ലാത്തിനെ കൂട്ടിയിട്ട് ഞാൻ കത്തിക്കുന്ന പറഞ്ഞിട്ട് ആ ഒരു പമ്പ് ഇങ്ങനെ ചൂണ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞപ്പോ എല്ലാവരും അടി നിർത്തിയിട്ട് ഇങ്ങനെ പേടിച്ച് കുറച്ച് നിൽക്കുകയാണ്. ബൈക്കർ ഗ്യാങ്ങിലെ ടീം ഇപ്പൊ എല്ലാവരും ഓടിപ്പോയിട്ട് ആ ഒരു പമ്പ് എടുത്തിട്ട് ബാക്കിയുള്ളവരെ ചൂണ്ടിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ലീഡർ ആണെങ്കിൽ ഇപ്പൊ വിളിച്ചു പറയാണ്, ആരെങ്കിലും അനങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന പറഞ്ഞിട്ട് ആ ഒരു പമ്പ് ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ലൈറ്റർ ഉണ്ട് അവന്റെ കയ്യില്. നമ്മുടെ ചെക്കന്മാര് അവനെങ്ങനെ കലിച്ച് നോക്കുന്നുണ്ട്. ഗെയിമർ വിളിച്ചു പറയാണ്, കത്തിക്കോ, നമ്മനെ നീ കത്തിക്കടാ ഒന്ന് കാണട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ സത്യമായിട്ട് കത്തിക്കും, അനങ്ങരുത്, സത്യമായിട്ട് കത്തിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ ടീംസ് പറയാണ്, നമ്മനെ നീ ഒന്ന് കത്തിക്കേ കാണട്ടെ എന്ന് പറയുന്നുണ്ട്. കാരണം ആ ഒരു പമ്പിനകത്ത് പെട്രോൾ ഒന്നും ഇല്ലാന്ന് ഇവന്മാർക്ക് നന്നായിട്ട് അറിയാലോ. കാരണം അതിനകത്ത് ഉണ്ടായിരുന്ന പെട്രോൾ മുഴുവനും ഇവന്മാര് വിറ്റ് തീർത്താണല്ലോ. സോ ഇനി പേടിക്കാനില്ലാന്ന് ഇവന്മാർക്ക് 4 പേർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ കത്തിക്കടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടീംസ് ഇവന്മാരുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോ നമ്മുടെ ലീഡറിന് ഭ്രാന്ത് പിടിച്ചിട്ട് ആ ഒരു പമ്പ് ലൈറ്ററിന്റെ മുന്നിലേക്ക് ആക്കിയിട്ട് ഇവരുടെ മേത്തേക്ക് അടിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങാണ്. പക്ഷെ എത്ര ഞെക്കിയിട്ടും അതിനകത്ത് പെട്രോൾ വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അത് കണ്ടിട്ട് ഇവനിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ഇവന്റെ കൂട്ടുകാരന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പമ്പന്ന് ഡീസൽ ഇങ്ങനെ ഒഴുകി വരാണ്. അപ്പൊ ഈ ഒരു ഡീസൽ അവരുടെ മേത്തേക്കാക്കാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നാൽ ഇപ്പൊ ഹാമർ വന്നിട്ട് ആ ഒരു ഡീസലിന്റെ മുകളിലേക്ക് കയറി പിടിച്ചേക്കാണ്. ഇത് ഡീസലാടാ, ഇതിന് വെറും മണം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് കത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും നല്ല സമാധാനമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും പോയിട്ട് കയ്യിലിരുന്ന വടിയും കോടലേക്ക് വെച്ചിട്ട് അമ്മമാർക്ക് 2 കൊടുത്തിട്ട് അവരെ പിടിച്ചു വലിച്ചിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇടാണ്. എന്നാൽ ഈ ഒരു സമയമായപ്പോഴത്തേക്കും കുറെ പോലീസ് വണ്ടികൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നിട്ട് അവർ വിളിച്ചു പറയാണ്, നിങ്ങൾ അനങ്ങരുത്, ഞങ്ങൾ ഈ ഒരു ബിൽഡിങ്ങിന് ചുറ്റും നിങ്ങളെ വളഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ വിളിച്ചു പറയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് കിം ഇപ്പൊ ആ ഒരു ബാൽക്കണിയിൽ വന്നിട്ട് വിളിച്ചു പറയാണ്, സാറേ ആ ബൈക്ക് ഗ്യാങ്ങേഴ്സിനെ ആദ്യം പിടിക്കേ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ജാക്ക് പറയാണ്, ആദ്യം ഞങ്ങളെ രക്ഷിക്കേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ പോലീസുകാരനെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം, നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ താഴെ എന്നിട്ട് ഞങ്ങൾക്ക് മര്യാദയ്ക്ക് കീഴടങ്ങിക്കോ എന്നിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ഈ ഒരു പോലീസുകാർ ആ ഒരു ജയിൽ പുള്ളികളെ അന്വേഷിച്ചിട്ട് വന്നിട്ടുള്ള ടീംസ് ആണ്. അവരുടെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പമ്പ് ആക്രമിച്ചിട്ട് ഇവന്മാര് അവിടെയുള്ള ആൾക്കാരെ മുഴുവനും ബന്ദികളാക്കി വെച്ചേക്കാണെന്നാണ്. റോക്ക് പെട്രോൾ അടിക്കുന്ന ആ ഒരു പമ്പിലേക്ക് നോക്കിയിട്ട് ആശാനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അതെടുക്ക് എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഇയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഡ്രൈവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഡ്രൈവർ ഇപ്പോ ആശാന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ആ ഒരു പമ്പ് എടുക്കുക എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോ ആശാന് കാര്യം കത്തിയിട്ടുണ്ട്. പുള്ളി ആ ഒരു പമ്പ് ഇങ്ങനെ എടുത്തിട്ട് ഉറക്കെ വിളിച്ചു പറയാണ്, ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെ മേത്തേക്ക് പെട്രോൾ ആക്കിയിട്ടുണ്ട്, ഒരടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിനെയും കത്തിക്കും എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൊക്കെ നേരെ ബൈക്കോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഹാമർ കിടന്ന് കൂവാണ്, ടാങ്ക് നിറച്ചും പെട്രോളാണ്, ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ യോമാര് കത്തിക്കും, അങ്ങനെ ഞങ്ങൾ
ഞങ്ങളെല്ലാരും മരിക്കും എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത് കേട്ടിട്ട് ഹാമറും വിളിച്ചു പോകുന്നുണ്ട്, ഞങ്ങളെ ജീവനോടെ കത്തിക്കാൻ പോകുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനവിടെ കിടന്നിട്ട് ഇങ്ങനെ കൂവുന്നുണ്ട്. ഈ പമ്പിൽ നിന്നുണ്ടായിരുന്ന നമ്മുടെ പിള്ളേരെല്ലാം ഇത് കണ്ടിട്ട് അതേപോലെ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും കിടന്ന് നല്ല കരച്ചിൽ കരയുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ആ ഒരു പമ്പിലുണ്ടായിരുന്ന ഡീസൽ ഡ്രൈവറും അതുപോലെ തന്നെ നമ്മുടെ ആശാനും കൂടിയിട്ട് എല്ലാവരുടെയും മേത്തേക്ക് ഇങ്ങനെ വീശി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാത്തിനും ഞങ്ങൾ ചുട്ട് ചാമ്പലാക്കുന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് പോലീസുകാരെല്ലാം പേടിച്ചിട്ട് ബാക്കോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് വണ്ടിന്റെ ബാക്കിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഒരു പോലീസുകാരൻ വന്നിട്ട് ആ ഒരു സീനിയർ ഓഫീസറോട് പറയുന്നുണ്ട്, ആകെ 15 തടവുപുള്ളികളേ ഉള്ളൂ, 100-ലധികം ആൾക്കാർ അവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പൊ സീനിയർ ആയിട്ടുള്ള ആ ഒരു പോലീസുകാരൻ പറയാണ്, എന്നാ ഒരു കാര്യം ചെയ്യ്, എല്ലാത്തിനും അറസ്റ്റ് ചെയ്തേക്ക്, എന്നിട്ട് സ്റ്റേഷനിൽ പോയിട്ട് ഒരു ഐഡന്റിഫിക്കേഷൻ നടത്തിയ പോരെ. ഇപ്പൊ മറ്റേ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, അവന്മാർ ആ സ്ഥലം കത്തിച്ചാലോ, പെട്രോൾ തീർന്നു എന്ന് പറഞ്ഞിട്ട് അവന്മാർ അവിടെ എഴുതി വെച്ചേക്കുന്നത് കണ്ടില്ലേ എന്നിങ്ങനെ പറയാണ്. കിമ്മ അവിടുന്ന് ഉറക്കം വിളിച്ച് ചോദിക്കുകയാണ്, എടാ പൊട്ടാ, എടാ എല്ലാം കൂടിയിട്ട് ഇവിടെ കത്തിക്കോ എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി കിടന്ന് കാറാണ്. ഇപ്പൊ ജാക്ക് ചോദിക്കാണ്, ഡീസലിന് തീ പിടിക്കോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ കിമ്മിന് മനസ്സിലാവുന്നില്ല, ഡീസലിന് തീ പിടിക്കോ എന്നാ. ഇപ്പൊ പോലീസ് ഓഫീസർ പറയാണ്, ഡീസലിന് തീ പിടിക്കില്ല, ഓപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോവാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു പോലീസുകാരൻ പറയാണ്, ഡീസലും എണ്ണ തന്നെ അല്ലേ, അപ്പൊ അതിന് തീ പിടിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഡീസലിന് തീ പിടിക്കോ എന്നുള്ള ആ ഒരു ചർച്ച എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള പോലീസുകാരും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരുത്തം പറയുന്നുണ്ട്, എല്ലാ എണ്ണയ്ക്കും തീ പിടിക്കും. ഹാമർ ചോദിക്കുന്നുണ്ട്, എടാ ഡീസൽ ശരിക്കും കത്തില്ലേ എന്നൊക്കെ ചോദിക്കാണ്. ഞാൻ നോക്കിയിട്ടില്ല എന്ന് പറയാണ്. നീ എല്ലാടെ ഇപ്പൊ വിളിച്ചു പറഞ്ഞത് ഡീസലിന് തീ പിടിക്കില്ലെന്ന്. ഇപ്പൊ ഹാമർ പറയാണ്, ഞാനതൊരു ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞതാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ആശാൻ ആ ഗ്യാങ് ലീഡറിന്റെ കഴുത്തിൽ പിടിച്ചിട്ട് പോലീസുകാരുടെ മുന്നിലേക്ക് കൊണ്ടൊന്ന് നിർത്തുന്നുണ്ട്. എന്നിട്ട് അവിടെ ഫുൾ ഇങ്ങനെ ഡീസൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരോട് അവൻ വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ 10 വരെ എണ്ണം, അതിനു മുന്നേ ഈ വഴിയിൽ നിന്ന് മാറി എന്നോളാം, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാണത്തിനെ ഞാൻ പച്ചയ്ക്ക് കൊളുത്തെന്ന് പറയാണ്. എന്നിട്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണി തുടങ്ങിയിട്ടുണ്ട്. കിമ്മപ്പ് വിളിച്ചു പറയാണ്, ഇവിടുന്ന് ഇറങ്ങി പോടാ തെണ്ടികളെ, നിന്റെയൊക്കെ പരീക്ഷണം വേറെ എവിടെയെങ്കിലും പോയി ചെയ്യടാ, എന്റെ ഗ്യാസ് സ്റ്റേഷൻ കത്തിക്കാൻ പോടേ എന്ന് പറഞ്ഞിട്ട് കിടന്ന് കൂവിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പോലീസുകാരെ വിളിച്ചിട്ട് പറയാണ്, ഇവന്മാരൊക്കെ വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് പിടിക്കണോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആശാനാണെങ്കിൽ 7, 8, 9, 10 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പോലീസുകാർ മാറുന്ന ലക്ഷണമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആശാനിപ്പോ റൈഡറിന്റെ കയ്യിലുണ്ടായിരുന്നേ സിഗരറ്റ് ലാമ്പ് ചോദിക്കുകയാണ്. ഇപ്പൊ അത് അവൻ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് എല്ലാരും പേടിപ്പിക്കുന്നുണ്ട്. ഇവനെന്തോ പ്രാന്തായെന്ന് തോന്നുന്നുണ്ടോ, ആ ഒരു ലൈറ്റർ കത്തിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് കണ്ടിട്ട് ഇപ്പൊ എല്ലാരും നല്ല രീതിയിൽ പേടിക്കുകയാണ്. ഇപ്പൊ ആശാൻ തന്നെ അവനോട് പറയാണ്, എടാ നീ എല്ലാരും ചുട്ടുമല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാ ഇതേ സമയത്ത് തന്നെ അതിങ്ങനെ കത്തിച്ചിട്ട് ആകാശത്തേക്ക് എറിയാണ്. ഇപ്പൊ എല്ലാരും പേടിച്ചിട്ട് 4 വഴിക്ക് ഓടുന്നുണ്ട്. പോലീസുകാരൊക്കെ ഓടിയിട്ട് റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ വന്ന് കിടക്കാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ കിക്ക് ദൂരെ നിന്ന് ഓടി വന്നിട്ട് ആ ഒരു ലാമ്പ് നിലത്ത് വീഴാൻ സമ്മതിക്കാതെ ആകാശത്തേക്ക് ചവിട്ടി തെറിപ്പിക്കുകയാണ്. ലൈറ്റർ തെറിച്ചിട്ട് എവിടെയോ പോയി വീഴാണ്. എന്നാൽ പോലീസുകാർ മാറി നിന്നിട്ടുള്ള ആ ഒരു ഗ്യാപ്പില് നമ്മുടെ ആശാനും കൂട്ടരും അവിടുന്ന് ബൈക്ക് എടുത്തിട്ട് രക്ഷപ്പെടുന്നുണ്ട്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ പോലീസുകാരും അവരുടെ വണ്ടി എടുത്തിട്ട് ഇവരുടെ പുറകെ പോവാണ്. ഇപ്പൊ റൈഡേഴ്സും അവിടുന്ന് പോയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ കിമ്മിന് ശ്വാസം നേരെ വീഴുന്നത്. പുള്ളി ഇപ്പോ അന്തം വിട്ടിട്ട് ഇങ്ങനെ നിൽക്കാണ്. നമ്മുടെ പയ്യന്മാർ 4 പേരും ഇപ്പൊ പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ബാഗൊക്കെ ആയിട്ട് മെല്ലെ പുറത്തേക്ക് വന്നേക്കാണ്. ഇപ്പൊ ആ പിള്ളേര് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ചേട്ടന്മാരപ്പോ പോവാണല്ലേ, എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ റോക്ക് പറയാണ്, ഒരു ഐഡിയ ഇല്ല, നീ ഇപ്പൊ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല, ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് അവരവിടെ ഉണ്ടായിരുന്ന ആ ഒരു 4 ബൈക്ക് എടുത്തിട്ട് ഈ ഒരു പമ്പിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അത് ഓടിച്ച് ഇങ്ങനെ പോവാണ്. ഈ ഒരു സീൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിമ്മനെ കാണിക്കുന്നുണ്ട്. കിമ്മ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും രക്ഷപ്പെട്ടു പോക്കോ, എന്തായാലും ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം നടന്നു. ഇനിയിപ്പോ ഇവിടെ ആരും മോഷ്ടിക്കാനായിട്ട് വരില്ല. ഞാൻ ഈ ഒരു പമ്പിനെ രക്ഷിക്കാൻ വേണ്ടി പോവാണ്. എങ്ങനെയാണെന്നറിയോ, ഞാൻ നന്നാവാൻ പോവാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ കിമ്മനെ കാണിച്ചിട്ട് അറ്റാക്ക് ദ ഗ്യാസ് സ്റ്റേഷൻ 2 എന്ന സിനിമ ഇവിടെ കഴിയാണ്. ഇങ്ങനെയുണ്ട് ഗൈസ്, പൊളിയല്ലേ? നിങ്ങൾക്ക് അറ്റാക്ക് ദ ഗ്യാസ് സ്റ്റേഷന്റെ ഫസ്റ്റ് പാർട്ടാണോ അതോ സെക്കൻഡ് പാർട്ടാണോ കൂടുതലായിട്ട് ഇഷ്ടമായത്? എനിക്ക് എന്താണെന്നറിയില്ല, ഫസ്റ്റ് പാർട്ട് തന്നെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. പിന്നെ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിന്റെ കാര്യം മറക്കണ്ട, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.